നമ്മുടെ ശരീരത്തെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ഞാനിരുന്ന് നല്ലോണം പഠിക്കാനായിട്ട് ഈ ഒരു വചന ശുശ്രൂഷ ശരീരത്തെക്കുറിച്ചുള്ള ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ശുശ്രൂഷ ചെയ്യാനൊരു കാരണമുണ്ട്. കാരണം ഇതാണ്, ഞാൻ ഒരു പ്രായം ചെന്ന അപ്പച്ചനെ ഉപദേശിച്ചതാണ് എൻ്റെ ഭാഗത്ത് പറ്റിയൊരു മിസ്റ്റേക്ക്. ഉപദേശിച്ചാൽ മനുഷ്യൻ നന്നാകും എന്ന് ഞാൻ തെറ്റിദ്ധരിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് നല്ലോണം അറിയാം, വാക്കുകൾക്കൊന്നും വിലയില്ലെന്നോ പ്രസംഗങ്ങൾക്കൊന്നും ആരും വില കൊടുക്കുന്നില്ലാത്തൊരു കാലഘട്ടമാണ് ഇത്. അങ്ങനെയുള്ളത് കൊണ്ട് ദീർഘമായി പ്രസംഗിച്ചിട്ടൊന്നും കാര്യമില്ല. അതുകൊണ്ടാണ് മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ് 8 മിനിറ്റ് കൂടുതൽ, അത് നമ്മളോടല്ല, അത് ഇടവക വികാരിമാരോടാണ്. മാർപ്പാപ്പയ്ക്ക് അറിയാം ഇനി പ്രസംഗത്തിൻ്റെ കാലം കഴിഞ്ഞു, അല്ലേ? പ്രസംഗത്തിൻ്റെ കാലം കഴിഞ്ഞു. എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഞാൻ ഓർക്കുന്നുണ്ട്, നെല്ലിക്കുറ്റി ഇടവകയിലെ അച്ഛൻ ധ്യാനിപ്പിക്കുമ്പോൾ ഒന്ന് തൊട്ട് താഴെ, ഞാൻ ചെമ്പേരിയിലാണെന്നുള്ളത്, എല്ലാ ദിവസവും വൈകുന്നേരം പോയി ധ്യാനം കഴിഞ്ഞിട്ട് രാത്രി തിരിച്ചു വരും. അതാണ് എൻ്റെ ശൈലി. അപ്പോൾ 3-ാം ദിവസമാണ് രാവിലെ ഞാൻ ചെമ്പേരി കരുണാലയത്തിലാണെന്നുള്ളത്, ഉച്ച കഴിഞ്ഞാണ് ധ്യാനത്തിന് പോകുന്നത്. അപ്പോൾ ഈ ധ്യാനിക്കുന്ന ഇടവകയിൽ നിന്ന് തന്നെ ഒരു ചെറുപ്പക്കാരൻ എന്നെ കാണാൻ വന്നൊരു ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട്. ഞാൻ ചോദിച്ചു, എവിടുന്നാ? നെല്ലിക്കുറ്റി. ആണോ? ഞാനവിടെ ധ്യാനിപ്പിക്കുന്നുണ്ടല്ലോ. അത് നെല്ലിക്കുറ്റല്ലേ, ഏറ്റുപാറ. അപ്പോൾ ഞാനവിടെ ധ്യാനിപ്പിക്കുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞിട്ട്, ഞാൻ ചേട്ടനെ കണ്ടില്ലല്ലോ. ഞാനുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ കണ്ടില്ലല്ലോ. അച്ഛനെ ആൾക്കാരെ തള്ളുമ്പോൾ ഞാനവിടെ ഉണ്ടായിരുന്നു. അച്ഛൻ എന്നോട് നേരിട്ടങ്ങ് പറയുക, അച്ഛൻ ആൾക്കാരെ തള്ളുമ്പോൾ ഞാനവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് നല്ലവണ്ണം മനസ്സിലായിട്ടുണ്ട്, എന്താ വാക്കുകൾക്കൊന്നും മനുഷ്യൻ ഇപ്പം വില കൊടുക്കുന്നില്ല. ഉണ്ടോ? നിങ്ങളിപ്പം മാർഗമില്ലാത്തതുകൊണ്ടെങ്കിൽ ഇരുന്ന് തരുന്നതല്ലേ, അല്ലേ? അപ്പം അതുകൊണ്ട്, പക്ഷേ ദൈവവചനമായതുകൊണ്ട് കേൾക്കാതിരിക്കാൻ പറ്റിയില്ല. അത് മാർപ്പാപ്പ പറയുന്നത് സത്യമാണ്. പക്ഷെ ധ്യാന കേന്ദ്രങ്ങളെ അല്ല. കാരണം നിങ്ങൾക്കറിയാം, ഇത് അഡൽട്ട് കാറ്റഗിസമാണ്. മുതിർന്നവർക്കുള്ള വേദപാഠം നമുക്ക് ഈ ധ്യാന ശുശ്രൂഷ മേഖലയിലേ നൽകാൻ പറ്റുള്ളൂ, അല്ലാതെ നമുക്ക് വേറെ മാർഗ്ഗമില്ല. അപ്പം അതുകൊണ്ട് ഞാനിത് ഈ ഒരു വചന ശുശ്രൂഷ ഒരു വിഷയത്തെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനും പഠിപ്പിക്കാനും കാരണം എന്തറിയാവോ? ഇങ്ങനെ ഒരു അപ്പച്ചൻ എന്നെ ഉപദേശിക്കുക. എന്തറിയാവോ? മദ്യപാനത്തെക്കുറിച്ചാണ്. ഈ ചേട്ടൻ 70 വയസ്സായപ്പോഴും കുടിക്കൊരു കുറവില്ല, വലിക്കൂല്ല. ഞാൻ പറഞ്ഞു, വലിച്ചു, നല്ലോണം വലിച്ചു. കാരണം അവൻ്റെ അവസാനം അത്രയും കുറച്ച് വലിച്ചാൽ മതി. ഈ മരണക്കിടക്കെ കിടക്കുമ്പോൾ അത് കുറച്ച് വലിക്കാം. കാരണം നേരത്തെ വലിക്കുന്നവർക്ക് പെട്ടെന്ന് അങ്ങ് തീർന്നോളും. മറ്റാകുമ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ കുറേ വലിച്ചേ തീരുള്ളൂ. അപ്പം ഇത്രയെല്ലാം പറഞ്ഞപ്പോഴത്തേക്ക് ആ ചേട്ടൻ എന്നോട് പറഞ്ഞേ, എൻ്റെ ശരീരം, എൻ്റെ പണം ഞാൻ വലിക്കും, ഞാൻ കുടിക്കും. അച്ഛനാരാ ചോദിക്കാൻ? അല്ലേ? എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. എൻ്റെ ശരീരം, എൻ്റെ പണം ഞാൻ വലിക്കും, ഞാൻ കുടിക്കും. അച്ഛനാരാ ചോദിക്കാം? ഞാനൊന്നും മിണ്ടി വച്ചില്ല. എന്നിട്ടിരുന്ന് പഠിച്ചപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, ഇത് ചേട്ടൻ്റെ ശരീരം അല്ലെന്നേ. ചേട്ടൻ്റെ ശരീരമല്ല. നമുക്ക് നമ്മുടെ ശരീരമാണെന്നൊരു ധാരണയൊക്കെ ഉണ്ട്. പക്ഷെ ഇത് പഠിച്ചു വരുമ്പോൾ മനസ്സിലാകും, ഇത് നമ്മുടേതല്ല. അതുകൊണ്ടാണ് പൗലോസ്ലീഹ ചോദിക്കുക, നിനക്കെന്ത് പ്രത്യേക മഹാത്മ്യമാണുള്ളത്? ദാനമായി ലഭിച്ചതല്ലാതെ നിനക്കെന്തുണ്ട്? മക്കളെ, എന്തെങ്കിലും നിനക്കുണ്ടെങ്കിൽ ദൈവം തന്നതാണ്. ബൈബിള് പറയുന്നത് ദൈവം മണ്ണുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ്. അപ്പോൾ ഈ ചാൾസ് മേയോ എന്നു പേരുള്ള ശാസ്ത്രജ്ഞൻ, ഡോക്ടറുമാണ്. അദ്ദേഹം ശരീരത്തിൽ ഇന്ന സാധനങ്ങൾ ഉണ്ട് എന്ന് കണ്ടുപിടിച്ചു. എന്നിട്ട് ഞാനൊരു പരീക്ഷണം നടത്തി. എന്തറിയോ? നമുക്കിപ്പോൾ ഒത്തിരി അറിവിൻ്റെ ഒത്തിരി മേഖലയുണ്ട്. AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അതുകൊണ്ട് ഞാൻ AI ടൂൾ എടുത്തിട്ട് ഞാൻ പരിശോധിച്ചു. എന്താ പരിശോധിച്ചത്? മനുഷ്യ ശരീരത്തിൽ എന്തെല്ലാം അടങ്ങിയിട്ടുണ്ട്, മണ്ണിൽ എന്തെല്ലാം അടങ്ങിയിട്ടുണ്ട്. എന്തെല്ലാം മണ്ണിലുണ്ടോ അത് നിന്റെ ശരീരത്തിലുണ്ട്. ബൈബിള് പറയുന്നു മണ്ണുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ്. ഈ പഞ്ചഗ്രന്ഥി, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യർ, സംഖ്യ, നിയമാവർത്തനം, 5 പുസ്തകങ്ങൾ. ഈ പഞ്ചഗ്രന്ഥി എഴുതിയ ഭാഷ ഏതാ? ഹീബ്രു. പഴയ നിയമത്തിലെ ഭൂരിപക്ഷ ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്ന ഹീബ്രു ഭാഷയിലാണ്. 90% ഗ്രന്ഥങ്ങൾ എഴുതിയിരിക്കുന്നത് ഹീബ്രു ഭാഷയിലാണ്. അങ്ങനെയെങ്കിൽ
ഹീബ്രു ഭാഷയിൽ മണ്ണിന്റെ വാക്കെന്നതാ? മണ്ണെടുത്ത് സൃഷ്ടിച്ചു എന്നല്ലേ? അതെ, ആദാമ. ആദം, മണ്ണിൽ നിന്ന് മനുഷ്യൻ. ആദാമ. അപ്പൊ ഈ മണ്ണെന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഈ മുറ്റത്ത് കാണുന്ന കുഴമണ്ണല്ല. മനുഷ്യനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് സൃഷ്ടിച്ചു എന്നാണ്. അതുകൊണ്ട് ഈ മനുഷ്യ ശരീരത്തിലുള്ള എല്ലാം, മനുഷ്യ ശരീരത്തിലുള്ള സർവ്വതും ഈ ഭൂമിയിലുള്ളതാണ്. ചാൾസ് മേയോ എന്ന ഡോക്ടറുടെ പേര് ഞാൻ പറയുകയാണ്. ചാൾസ് മേയോ. അദ്ദേഹം ഒരു ഡോക്ടർ മാത്രമല്ല, അദ്ദേഹം ഒരു സയന്റിസ്റ്റ് കൂടിയാണ്. ചാൾസ് ഹൊറൈസ് മേയോ. അദ്ദേഹം 1865 ജൂലൈ മാസം 19 ജനിച്ച ഒരു മനുഷ്യനാണ്. മരിക്കുന്നത് 1939 ഇദ്ദേഹം ഇങ്ങനെ ബൈബിള് പഠിക്കുമ്പോൾ മണ്ണുകൊണ്ടാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. മണ്ണുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചെങ്കിൽ സ്വാഭാവികമായിട്ടും മനുഷ്യന്റെ ഉള്ളിൽ എന്ത് വേണം? മണ്ണ് വേണം. അതുകൊണ്ട് മുതിർന്ന ഒരു മനുഷ്യനെ പരിശോധിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ പ്രായപൂർത്തിയായ ഒരു മനുഷ്യന്റെ ശരീരം, കടാവർ, മരണപ്പെട്ടു പോയ ശരീരം ഹോസ്പിറ്റലൊക്കെ പഠിക്കാൻ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ശരീരത്തിൻ്റെ ഒരു ഔദ്യോഗിക നാമമാണ്, മോറൽ നാമമാണ് കടാവർ എന്ന് പറയും. അപ്പം അങ്ങനെ ഒരു കടാവർ എടുത്തിട്ട് ഈ മനുഷ്യൻ നിരീക്ഷണങ്ങൾ നടത്തി. എന്നിട്ട് മനുഷ്യ ശരീരത്തിൽ എന്തൊക്കെയുണ്ട്, എന്തുകൊണ്ടാണ് മനുഷ്യ ശരീരം സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹം കണ്ടുപിടിച്ചിട്ട് അത് കൃത്യം ഒരു തീസിസായി അദ്ദേഹം പ്രസന്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആരാണ്, എന്തെല്ലാം കൂടി ചേർന്നപ്പോഴാണ് നിങ്ങളായത് എന്നാണ്. ഇപ്പം ഇത് കേൾക്കണം കേട്ടോ. നിങ്ങളുടെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ള കാര്യം ശ്രദ്ധിച്ച് കേട്ടേക്കണം. ഓക്സിജൻ കേൾക്കുന്നുണ്ടോ? മിണ്ടുന്നില്ലല്ലോ, മുഖമൊക്കെ മാറി. ഇത്ര കഴിയുമ്പം കുറച്ചുകൂടി എളിമപ്പെടാൻ ഒരു അവസരം വരും. അപ്പം അങ്ങ് എളിമപ്പെട്ടേക്കണം, മസിൽ പിടിച്ച് നിന്നേക്കരുത്. ഞാനത് പറഞ്ഞുതരാം. ഓക്സിജൻ, കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ, കാൽസ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം, സൾഫർ, സോഡിയം, ക്ലോറിൻ, മഗ്നീഷ്യം. നേഴ്സുമാരെന്ന് കാര്യങ്ങൾ ഉയർത്തിക്കേ. നേഴ്സുമാര് കുറേ പേരുണ്ടല്ലോ. ട്രൈസ് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവർക്കും നിങ്ങൾ അങ്ങനെ ചിരിക്കും, നമ്മുടെ അവർക്കും അറിയാം, ഒരു അറിവുള്ളവരാ. അവർ പിന്നെ വിശദീകരിച്ച് പറയാൻ സമയമെടുക്കുമെന്നുള്ളത് കൊണ്ട് അവർ മിണ്ടാതിരിക്കുന്നതേ ഉള്ളൂ. എന്താ പറയുക, ട്രേസ് എലിമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എൻസൈംസ്, അതുപോലെ തന്നെ എന്താ സെല്ലുകൾ നിർമ്മിക്കാൻ, ഹോർമോൺസ് നിർമ്മിക്കാനൊക്കെ ഉപയോഗിക്കുന്ന സംഭവങ്ങളാണ് ട്രേസ് എലിമെന്റ്സ് എന്ന് പറയുക. ട്രേസ് എലിമെന്റ്സ് ഏതൊക്കെയാ? ബോറോൺ, സിങ്ക്, ക്രോമിയം, കോബാൾട്ട്, കോപ്പർ, ഫ്ലോറിൻ, അയഡിൻ, ഇരുമ്പ്, മാഗ്നീസ്, സലേനിയം, സിലിക്കോൺ, ടിൻ, വനേഡിയം. ഇത്രയും സാധനങ്ങൾ ട്രേസ് എലിമെന്റ്സ് എന്ന് വെച്ചാൽ ഒരു മനുഷ്യ ശരീരത്തിൽ എന്തൊക്കെയുണ്ടോ ഇനി ഒരു ഇത്ര സാധനങ്ങൾ കൊണ്ടുണ്ട് കേട്ടോ. 28 ലിറ്റേഴ്സ് ഇന്റർ സെല്ലുലാർ വാട്ടർ, 14 ലിറ്റർ എക്സ്ട്രാ സെല്ലുലാർ വാട്ടർ, 3 liters ഓഫ് ബ്ലഡ് പ്ലാസ്മ, 1 liter ഓഫ് ട്രാൻസ് സെല്ലുലാർ ഫ്ലൂയിഡ്. ഇതൊക്കെ പഠിച്ചല്ലേ? ആണോ? ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ട്. അപ്പോൾ ട്രാൻസ് സെല്ലുലാർ ഫ്ലൂയിഡ്, 10 liters ഓഫ് ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡ്. ഇതെല്ലാം കൂടിയിട്ടാണ് മനുഷ്യനുള്ളത്. എന്ന് വെച്ചാൽ ഇതെന്നാ സംഭവം എന്നറിയാമോ? എൻ്റെ ശതമാനം കൂടെ പറയാവേ, കേട്ടോ. ഓക്സിജൻ 65%. ഒരു വ്യക്തിയിൽ 65% ഓക്സിജൻ ഉണ്ട്. കാർബൺ 18.5%, ഹൈഡ്രജൻ 9.5%, നൈട്രജൻ 3.2%, കാൽസ്യം 1.5%, ഫോസ്ഫറസ് 1%, പൊട്ടാസ്യം 0.4, സൾഫർ 0.3, സോഡിയം 0.2. സോഡിയം കുറഞ്ഞാൽ എന്നാ പറ്റും? ഞാൻ ചെമ്പേരിയിൽ, ഞാൻ പറഞ്ഞല്ലോ, ഒരു കുറച്ചാൾ 4 വർഷക്കാലം ചെമ്പേരി നമുക്കൊരു തലശ്ശേരി അതിരൂപതയ്ക്ക് ഒരു എന്താ പറയുക, ഒരു അഗതി മന്ദിരമുണ്ട്, ഏജ്ഡ് ഹോം. ഒരു 100ഓളം പാപ്പന്മാർ, അമ്മാമ്മമാർ, ആരും നോക്കാനില്ലാത്തവർ, മക്കളുപേക്ഷിച്ച് പോയർ, വഴിക്കാക്കിയവരൊക്കെ നമ്മളെടുത്ത് ശുശ്രൂഷിക്കുകയാണ്. അവിടെ തന്നെയാണ് ക്യാൻസർ പെയിൻ ആൻഡ് പാലിയേറ്റീവ്. അപ്പം ഞാനൊരു 4 വർഷക്കാലം അവരോടൊപ്പം ജീവിച്ചിട്ടുണ്ട്. എൻ്റെ പൗരോഹിത്യത്തിൽ ഏറ്റവും സുന്ദരമായൊരു കാലഘട്ടമാണ്. കടന്ന ഉറക്കം വരുമായിരുന്നു.
ഞാൻ ഈ പാവങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്നോർക്കുമ്പോഴേ. ഏതായാലും എന്നിട്ട് ഒരു ദിവസം ഞാൻ എവിടെയോ പോയിട്ട് കയറി വരുമ്പോൾ അതിൽ ഏറ്റവും വെളിവുള്ള മാത്യു ചേട്ടൻ വാതുക്ക നിൽപ്പുണ്ട്. വാതുക്ക തന്നെ നിൽക്കുക. ഞാൻ വാതുക്ക വന്നപ്പോഴത്തേനും മാറാതെ നിൽക്കുക. ഞാൻ ചോദിച്ചു, മാത്യു ചേട്ടാ എന്താ? എന്നെ സൂക്ഷിച്ചു നോക്കുക. എന്നോട് പറഞ്ഞു, ഭാര്യയെ കൊണ്ടുവന്നില്ലേ? ഞാൻ പറഞ്ഞു, മാത്യു ചേട്ടാ ഞാൻ ബെന്നിയച്ചൻ. അപ്പൊ ഈ മാത്യു ചേട്ടൻ പറയാ, ബെന്നിയച്ചൻ ഇവിടുത്തെ അച്ഛൻ, ഇവിടുത്തെ ഡയറക്ടർ അച്ഛൻ ബെന്നിയച്ചൻ. അതെ, ഭാര്യയെ കൊണ്ടുവന്നില്ലേ? സിസ്റ്റർ ഓടി വന്നിട്ട് ഈ പുള്ളിയെ പിടിച്ചോണ്ട് പോയി. എന്താ സോഡിയം ഏതാണ്ട് കുറഞ്ഞതാണ്. എൻ്റെ മക്കളെ ഇടയ്ക്കിടയ്ക്കൊക്കെ പോയി കണ്ണാടിയിലൊക്കെ നോക്കണം, എന്തൊക്കെയോ ഒരു കുറവുണ്ട് ഇല്ലേ? പിന്നെ സൂക്ഷിച്ച് നോക്കുക. അച്ഛനുണ്ട്, എല്ലാവർക്കും ഉണ്ട് എന്തൊക്കെയോ, സോഡിയം പൊട്ടാസ്യം അല്ലേ? ഈ നിങ്ങൾ ശ്രദ്ധിക്കണേ, സോഡിയം 0.2 2% പോലും അല്ല, 0.2% സോഡിയം നമ്മുടെ ഉള്ളിലുള്ളൂ. അതിൽ നിന്ന് ഒരു കുഞ്ഞ് എമൗണ്ട് പോയപ്പോഴാണ് ഈ വെളിവേട് മുഴുവനും വരുന്നത്. മഗ്നീഷ്യം 0.1. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമുണ്ട്, എന്നതറിയാമോ? ഈ ശാസ്ത്രജ്ഞൻ, ഈ ഡോക്ടർ ഒരു നല്ല കാര്യം ചെയ്തു. എന്നതറിയാമോ? ഇതെല്ലാം കണ്ടുപിടിച്ചു. എന്നിട്ട് ഇദ്ദേഹം കൃത്യം ഈ ലിസ്റ്റ് എടുത്തിട്ട് ചന്തയിൽ മാർക്കറ്റിൽ ചെന്നിട്ട് ഇത് മുഴുവൻ ആ ശതമാനക്കണക്കിൽ മേടിച്ചു. എത്ര രൂപ ആയെന്നറിയാവോ? അന്ന് ഡോളർ കൊടുത്താണ് മേടിച്ചത്, അമേരിക്കയിലല്ലേ. അന്നത്തെ ഇന്ത്യൻ കറൻസി ഈക്വൽ ടു 16 രൂപ 40 പൈസ. നിന്റെ വില, നിന്റെ നടത്തവോ എളിമപ്പെട്. വില എത്രയാ? പറഞ്ഞേ. അങ്ങനെ പോകാൻ പറ്റിയല്ല. എത്രയാ വില? നിന്റെ വില എത്രയാ? 16 രൂപ 40 പൈസ. 16 രൂപ 40 പൈസ. അതാണ് നമ്മുടെ കാർന്നോന്മാര്. ഇടയ്ക്ക് എൻ്റെ അമ്മേനോട് പറഞ്ഞു, കാശിന് കൊള്ളിയല്ലോ, കാശിന് കൊള്ളിയല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിനക്കെന്ത് പ്രത്യേക മഹാത്മ്യമാണുള്ളത്? ദാനമായി ലഭിച്ചതല്ലാതെ നിനക്കെന്തുണ്ട്? എല്ലാം ദാനമായിരിക്കെ ഒന്നും ദാനമല്ല എന്ന് മറ്റ് നീ എന്തിന് അഹങ്കരിക്കുന്നു? ഓക്സിജൻ ഉണ്ടോ? ഭൂമിയിലുണ്ടോ? പെട്ടെന്ന് യേശു പറഞ്ഞു, ഉണ്ടോ? കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ, കാൽസ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം, സൾഫർ, സോഡിയം, ക്ലോറിൻ, മഗ്നീഷ്യം ഉണ്ടോ? ഭൂമിയിലുണ്ടല്ല. ബോറോൺ, സിങ്ക്, ക്രോമിയം, കോബാൾട്ട്, കോപ്പർ, ഫ്ലോറിൻ, അയഡിൻ, ഇരുമ്പ്, മാഗ്നീസ്, സെലേനിയം, സിലിക്കോൺ, ടിൻ, വനേഡിയം. വാതകങ്ങൾ കുറച്ചുണ്ട്, അതും ഈ ഭൂമിയിലുണ്ട്. നിന്റെ ശരീരത്തുള്ള സർവ്വതും ഈ ഭൂമിയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ സയൻസ് പറയുന്നല്ലേ ശരി, 16 രൂപ 40 പൈസ നിനക്ക് വിലയുള്ളെന്ന്. പിന്നെ എങ്ങനെയാ ബൈബിള് പറയുക അമൂല്യനും പ്രിയങ്കരനുമാണെന്നുള്ള കാര്യം? ഇവിടെ വലിയൊരു കുഴപ്പമുണ്ട്. എന്താണെന്നറിയോ? എന്ന് പറയപ്പെട്ടവരെ, ഭൂമി സയൻസ് കാണാത്തതും ഭൂമിയിൽ ഇല്ലാത്തതുമായ 2 കാര്യം എനിക്കും നിനക്കും ഉണ്ട്. അതിന് ഭൂമിക്കോ സയൻസിനോ വിലയിടാൻ പറ്റിയല്ല. എന്തുകൊണ്ട് വിലയിടാൻ പറ്റിയല്ല? ഇത് ഭൂമിയുടേതല്ല. എൻ്റേതാണെങ്കിൽ എനിക്ക് കൊടുക്കാം. ഇപ്പം കമ്പ്യൂട്ടർ ഇന്നാ ഇത്ര വില തന്നാൽ മതി, എനിക്ക് വിൽക്കാം അല്ലേ? ഇതിന്ന സാധനം കൊടുക്കാം. എൻ്റേതല്ലാത്തത് എനിക്ക് വിലയിടാൻ പറ്റുമോ? അല്ല. ഭൂമിയിലില്ലാത്തതിന് ഭൂമിക്ക് വിലയിടാൻ പറ്റുമോ? സയൻസിൻ്റേതല്ലാത്തത് സയൻസിന് വിലയിടാൻ പറ്റുമോ? സയൻസിൻ്റേതല്ലാത്തത് സയൻസ് അറിയുമോ? ഈ ഭൂമിയിലില്ലാത്ത 2 കാര്യം എനിക്ക് നിങ്ങൾക്കുണ്ട്. അതെന്നതാ? ആത്മാവും ജീവനും. ആത്മാവും ജീവനും. ഇത് ഭൂമിയിലേതല്ല. എന്നിട്ട് ഭൂമിക്ക് വിലയിടാൻ പറ്റിയല്ല. ആത്മാവിനെ പരീക്ഷിച്ച് നിരീക്ഷിച്ചിട്ട് സയൻസിന് ഇതുവരെയും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ജീവൻ എങ്ങനെ പുതുതായി സൃഷ്ടിച്ചെടുക്കാമെന്ന് നാളിതുവരെയും പോയിട്ട് മനുഷ്യനെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഇത് രണ്ടും ഭൂമിയുടേതല്ല. അതുകൊണ്ട് ഭൂമിക്ക് വിലയിടാൻ പറ്റുകയില്ല.
ഇത് രണ്ടും സ്വർഗത്തിൻ്റെതാ. ഞാൻ പറഞ്ഞുതരാം. ഇനി ബൈബിൾ എടുത്ത് പെട്ടെന്ന് വേഗം എടുക്കണേ. എസെക്കിയേൽ 18:4. എല്ലാവരുടെയും ജീവൻ എൻ്റേതാണ്, എല്ലാവരുടെയും ജീവൻ എൻ്റേതാണ്. പിതാവിൻ്റെ ജീവൻ എന്ന പോലെ പുത്രന്റെ ജീവനും എനിക്കുള്ളതാണ്. കണ്ട വചനം പറയാ, എല്ലാവരുടെയും ജീവൻ എന്റേതാണ്. ആ വചനം ഒന്ന് ഓർപ്പിച്ച്. ജീവന്റെ ഉടയവൻ ദൈവമാണ്. ഈ ഭൂമിയിലുള്ള സർവ്വ ജീവനും ദൈവത്തിൻ്റെതാണ്. എല്ലാവരുടെയും ജീവൻ എന്റേതാണ്, പിതാവിന്റെ ജീവൻ എന്ന പോലെ പുത്രന്റെ ജീവൻ എനിക്കുള്ളതാണ്. 2 മക്കബായർ എടുത്തേ. മക്കബായരുടെ 2-ാം പുസ്തകം 7-ാം അധ്യായം 22-ാം തിരുവചനം. അമ്മ മകനെ മരണത്തിന് ഒരുക്കുന്ന ഒരു ഭാഗമാണിത്. വായിക്കാവോ? അവൾ പറഞ്ഞു, നിങ്ങൾ എങ്ങനെ എൻ്റെ ഉദരത്തിൽ രൂപം കൊണ്ടുവന്ന് എനിക്കറിയില്ല. നിനക്ക് ജീവനും ശ്വാസവും നൽകിയതും നിങ്ങളുടെ അവയവങ്ങൾ വാർത്തെടുത്തതും ഞാനല്ല. നിങ്ങൾക്ക് ജീവനും ശ്വാസവും നൽകിയതും നിങ്ങളുടെ അവയവങ്ങൾ ആരാ സൃഷ്ടിച്ച നമുക്ക് തന്നെ? അവയവങ്ങൾ. അതിന്റെ ഇംഗ്ലീഷ് പേരെന്താ? ഓർഗൻ അല്ലേ? ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ, ഓർഗൻ. പക്ഷെ ഇപ്പം സയൻസ് ഈ ഓർഗൻ എന്നുള്ള പേര് അത് ഉപയോഗിക്കാറില്ല കേട്ടോ. അതിനൊരു കാരണമുണ്ട്. കാരണം ഞാൻ പറഞ്ഞുതരാം. എനിക്കിഷ്ടം തിയോളജിയേക്കാൾ ഇഷ്ടം ഫിലോസഫി ആയിരുന്നു. പക്ഷെ ഉപരിപഠനത്തിന് എന്നെ വിട്ടപ്പം ഫിലോസഫി തന്നില്ല. തിയോളജി പഠിക്കാൻ പറഞ്ഞുകൊണ്ട് ഞാൻ തിയോളജി പഠിച്ചു. പക്ഷെ എനിക്കിഷ്ടം ഫിലോസഫി ആയിരുന്നു. ഞാൻ ആദ്യത്തെ ഫിലോസഫി ക്ലാസ്സിനെ കുറിച്ച് ഓർക്കുകയാണ്. ഈ ഫിലോസഫി ഈസ് എ സയൻസ് ഓഫ് സയൻസസ്. എല്ലാ ശാസ്ത്രങ്ങളുടെയും ശാസ്ത്രമാണ് തത്വശാസ്ത്രം എന്ന് പറഞ്ഞാണ് ഈ തത്വശാസ്ത്രം പഠിക്കുക. അപ്പോൾ ആ ഡെഫിനേഷൻ തന്നെ കേൾക്കുമ്പം ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ക്ലാസ്സിന് മുമ്പിൽ തന്നെ പോയിരുന്നു. നോട്ട്ബുക്കും അതുപോലെ തന്നെ പ്രിസ്ക്രൈബ് ടെസ്റ്റൊന്നും കിട്ടിയിട്ടില്ല. നോട്ട്ബുക്കും പേനയൊക്കെ ആയിട്ട് ഇരിക്കുക. അപ്പോൾ ഈ പ്രൊഫസർ ക്ലാസ് എടുക്കാൻ വന്നു. ഫിലോസഫിയുടെ ആദ്യത്തെ ക്ലാസ് ആണേ. ഈ പ്രൊഫസർ തന്നെ ഒരു ഫിലോസഫിയാണ്. അതായത് ശരീരം എവിടെ തുടങ്ങുന്നു എവിടെ അവസാനിക്കുന്നു എന്ന് അറിയാൻ പാടില്ല. താടി എവിടെ തുടങ്ങുന്നു എവിടെ നിന്ന് അവസാനിക്കും, അത് പ്രത്യേക ഒരു ഫിലോസഫിയാണ്. ഈ സാറ് തന്നെ. സാറ് വന്ന് ഞങ്ങൾ നോക്കി. എന്നിട്ട് എന്തോ വലിയൊരു ഫിലോസഫിക്കൽ ടേം ഉരുവിട്ടുകൊണ്ട് ക്ലാസ് തുടങ്ങുമെന്ന് വിചാരിച്ചിരുന്ന ഞങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് ആദ്യം ഒരു ചോദ്യം, നിങ്ങളുടെ മൂക്കിന് എത്ര നീളമുണ്ട്? ഈ മൂക്കും ഫിലോസഫി നമ്മൾ എന്ത് ബന്ധം? അപ്പം ഞങ്ങൾ വിചാരിച്ചെന്തോ ഒരു കോമിക്കൊക്കെ പറഞ്ഞിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എന്തോ ഒരു ജോക്ക് പറയുന്നതാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഇരിക്കുന്ന പോലെ പറഞ്ഞു എന്നിട്ട് ഞങ്ങൾ ഇരിക്കുക. ആള് സീരിയസ്. നിങ്ങളുടെ മൂക്കിന് എത്ര നീളമുണ്ട്? അളവെടുക്കാതെ സമ്മതിക്കുകയല്ല. നിങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ പിന്നെ അളവെടുത്തു. മൂക്ക് അളവെടുക്കാൻ വളരെ എളുപ്പമാണ്. നോക്കിക്കേ, എത്ര ഇഞ്ചുണ്ട്? 7 മാക്സിമം 2 അല്ലേ? 2 അല്ലേ 2.5. എൻ്റെ മൂക്കിനൊക്കെ 1.5 ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, സാർ 1.5 ഇഞ്ചുണ്ട്, 1 ഇഞ്ചുണ്ട് സാർ, 2 ഇഞ്ചുണ്ട് സാർ. നീണ്ട മൂക്കന്മാരൊക്കെ ഉണ്ട്, അവർക്കൊക്കെ 1-2 ഇഞ്ച് നീളമുണ്ട്. അപ്പോൾ ഈ പ്രൊഫസർ ചോദിച്ചു, നിങ്ങളുടെ മൂക്കിന് 1.5-2 ഇഞ്ചോ നീളം ഉള്ളോ? പിന്നെ സംശയമായി. 1.5 അത്രേ ഉള്ളൂ സാർ. അപ്പോൾ ഈ സാർ ചോദിക്കുകയാണേ, നിങ്ങളുടെ മൂക്കിന് 1.5 ഇഞ്ച് അല്ല 2 ഇഞ്ചേ നീളമുള്ളൂ എങ്കിൽ അയൽവക്കത്തെ വീട്ടിൽ മീൻ വറക്കുമ്പോൾ നിന്റെ വായിൽ എങ്ങനെയാ വെള്ളം വരുന്നേ? അപ്പം ഞങ്ങളുടെ ലീഡർ പറഞ്ഞു, സാർ ഞങ്ങളുടെ മൂക്കിന് അയൽവക്കത്തെ കറിപ്പാത്രത്തിൽ വരെ നീളമുണ്ട്. അതാണ് ഞങ്ങളുടെ ആദ്യത്തെ ഫിലോസഫിക്കൽ ലെസൺ. എന്ത്? കാണുന്നത് കാണുന്ന പോലെയല്ല, കേൾക്കുന്നത് കേൾക്കുന്ന പോലെയല്ല. അപ്പം നമ്മുടെ മൂക്ക് ശരിക്കും ഇതാണ് മൂക്ക് അല്ല. മൂക്കിൻ്റെ റേഞ്ച് ഇപ്പോഴാണ് ശ്രദ്ധിച്ച് അല്ലേ? നമ്മുടെ മൂക്കിന് നീളം ഉടം വരെ ഉണ്ട്. നമ്മൾ വിചാരിക്കാത്ത നീളമാണ് മൂക്കിൻ്റെ നീളം. അതുകൊണ്ട് മൂക്ക് ഏതാണ് ചോദിച്ചാൽ ഇത് മാത്രമല്ല മൂക്ക്, ഇതിനെന്തൊക്കെയോ കുറേ സംഭവം കൂടെ ഉണ്ട്. നിങ്ങളുടെ ചെവി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ തൊട്ട് കാണിക്കും, പക്ഷേ ഇത് മൊത്തമല്ല, കുറേ വയറുവള്ളിയൊക്കെ ഇതിൻ്റെ അകത്തേക്ക് പോകുന്നുണ്ട് ഇല്ലേ? കണ്ണ് എന്നാലോചിച്ച് എനിക്ക് കണ്ണ് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇത് പറയും, ഇത്രയല്ല, കുറേ സംഭവങ്ങൾ ഇതിന് പുറകോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് സയൻസ് പേര് മാറ്റി, ഓർഗൺ എന്നുള്ള പേര് മാറ്റിയിട്ട് ഇപ്പം പറയും സിസ്റ്റം ആണ്. സിസ്റ്റം. ഇപ്പം സിസ്റ്റം കൂട്ടിയാൽ പറയാം. അപ്പം ഞാൻ കുറച്ച് സിസ്റ്റം പറയാം, നിങ്ങൾ പെട്ടെന്ന് തന്നെ മലയാളം പറയണം. ഡൈജസ്റ്റീവ് സിസ്റ്റം. മലയാളം എന്നതാ? ദഹന വ്യവസ്ഥ, ദഹനേന്ദ്രിയ വ്യവസ്ഥ.
റെസ്പിറേറ്ററി സിസ്റ്റം ശ്വസന വ്യവസ്ഥ, മസ്കുലാർ സിസ്റ്റം മസിൽ വ്യവസ്ഥയല്ല, പേശി വ്യവസ്ഥ, ന്യൂറോ സിസ്റ്റം ഞരമ്പ് വ്യവസ്ഥയോ, നാഡി വ്യവസ്ഥ, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പ്രത്യുൽപാദന വ്യവസ്ഥ. അപ്പം നമുക്കിത് ഈ മുഴുവൻ വ്യവസ്ഥയൊന്നും പഠിക്കണ്ട. നമുക്ക് ഏതെങ്കിലും ഒരൊറ്റ വ്യവസ്ഥ പഠിച്ചാൽ നമുക്ക് കർത്താവിനെ തിരിച്ചറിയാൻ പറ്റും, ദൈവത്തെ തിരിച്ചറിയാൻ പറ്റും, ദൈവം ഈ ശരീരത്തിലുണ്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. നമുക്കൊരൊറ്റ വ്യവസ്ഥ പഠിക്കാം. എളുപ്പമുള്ളൊരു വ്യവസ്ഥ എടുത്തു. എന്താ? ഡൈജസ്റ്റീവ് സിസ്റ്റം, ദഹന വ്യവസ്ഥ, ദഹനേന്ദ്രിയ വ്യവസ്ഥ നമുക്കെടുക്കാം അല്ലേ. രാവിലെ ഇന്നെന്താ കഴിച്ചേ? ദോശ, അപ്പം, 3 അപ്പം കഴിച്ചു. ഇനി എൻ്റെ ചോദ്യമുണ്ട്, ഈ അപ്പം എന്തായി? നിങ്ങൾ വലിയ ഞാനോട് പറയും ദഹിച്ചു. അതെന്താണെന്ന് ഞാൻ ചോദിക്കുന്നേ. ഈ ദഹന പ്രക്രിയ എന്താണെന്ന് നമുക്കറിയാമല്ലോ. ദഹന പ്രക്രിയ എന്താണെന്ന് അറിയാം. നമ്മളിത് കഴിക്കുന്നു, ഇത് നമ്മുടെ സ്റ്റൊമക്കിൽ ചെല്ലുന്നു, അവിടെ നടക്കുന്ന ഏകദേശ പ്രക്രിയയ്ക്ക് ദഹന പ്രക്രിയ എന്ന് പറയും. ഈ 3 അപ്പം ദഹിപ്പിക്കാൻ നിങ്ങൾ എന്ത് ചെയ്തു? അതാണ് എനിക്കറിയേണ്ടത്. ചവച്ചരച്ചു. ഈ ചവച്ചരയ്ക്കുന്നത് ഡൈജഷന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ, ഞാൻ സമ്മതിക്കുന്നു. സലൈവയും കൂടി ചേർന്നിട്ട് ഡൈജസ്റ്റ് സഹായിക്കും. പക്ഷെ പല്ലില്ലാത്തവരിൽ കൂടി ഉണ്ടെന്നേ, അവരും കഴിച്ചപ്പം ദഹിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ദഹിക്കാൻ നിങ്ങൾ എന്ത് ചെയ്തു? മക്കളെ, ഇത് കഴിക്കുമ്പോൾ നിങ്ങൾ ഓർത്തോ, ഇത് ദഹിക്കേണ്ടതാണ്. ഞാൻ കഴിഞ്ഞ രസകരമായൊരു സംഭവം പറയാം. എനിക്കത് ഓർക്കുമ്പോൾ ഇപ്പോഴും ചിരി വരിക. എന്തെന്നറിയോ? ബോംബെക്ക് പോയി. കനേഡിയൻ വിസയ്ക്ക് വേണ്ടിയിട്ട്, ധ്യാനം പുറത്തുള്ളത് കൊണ്ട് ഒരു വിസയ്ക്ക് വേണ്ടിയിട്ട് ബയോമെട്രിക്സ് കൊടുക്കാനായിട്ട് ബോംബെക്ക് പോയതാണ്. ഞാൻ ഈ മംഗലാപുരത്ത് നിന്ന് മത്സ്യഗന്ധി എക്സ്പ്രസ്സിനാണ് പോകുന്നത്. 2 ടയറാണ്. അപ്പോൾ ഞാൻ താഴത്തെ ബെഡിൽ, മുകളിൽ ഒരു പട്ടാളക്കാരനാണ്, തൊട്ടിപ്പുറത്ത് ഒരാളനുമ്പോൾ, അങ്ങനെ 4 പേരാണല്ലോ. ഈ പട്ടാളക്കാരൻ്റെ ഉറക്കം എന്തൊരു രസമെന്നറിയോ? ഞാൻ ശരിക്കും അതങ്ങ് ആസ്വദിച്ചു. ആ കമ്പാർട്ട്മെൻറ്റിലുള്ള ഒരൊറ്റ മനുഷ്യനും അന്ന് ഉറങ്ങിയിട്ടില്ല. ശരിക്കും ഞാൻ ഉറക്കത്തെക്കുറിച്ച് പഠിച്ചത് ഈ മനുഷ്യൻ്റെയാണ്. എന്ന് വെച്ചുകൊണ്ടല്ലോ, ഒരു വണ്ടി ഓടിക്കാമെന്ന് വിചാരിക്കുക, എല്ലാ ഗിയറിൽ കൂടെ മാറുന്നുണ്ട്, വേഗത്തിൽ, സഡൻ ബ്രേക്ക്, അതിൻ്റെ ഇടയ്ക്ക് സംഗീതമാണ്, അതിൻ്റെ അകത്ത് എല്ലാ ചേരുവകയുണ്ട്. ടോപ്പ് ഗിയറുണ്ട്, ബ്രേക്ക്, സഡൻ ബ്രേക്ക് ഉണ്ട്, അതിൻ്റെ ഇടയ്ക്ക് പാട്ട് വയ്ക്കുന്നുണ്ട്, എല്ലാ സംവിധാനമുണ്ട്. എന്ത് പറ്റുന്നറിയോ? ഈ കമ്പാർട്ട്മെൻറ്റിലുള്ള എല്ലാവരും ഉറക്കം തെളിഞ്ഞിട്ട് അവർ ഷൂ വെക്കുന്നു, അവരിടിക്കുന്നു. ഒരൊറ്റ മനുഷ്യൻ ഉറങ്ങാൻ പറ്റിയിട്ടില്ല. അവർക്ക് ഭയങ്കര ഇഷ്ടമായി ഈ പാവം മനുഷ്യനോട്. അയാൾ എന്തോ 4 പൊറോട്ട എങ്ങാണ്ട് കഴിച്ചിട്ടെങ്ങാണ്ട് കിടക്കുന്നതാ, ദഹിക്കുന്നില്ല. ദഹിക്കാനായിട്ട് മാക്സിമം വലിച്ചെടുക്കുക, ഇല്ലാതെ പറ്റുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പക്ഷേ എനിക്കത് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. എൻ്റെ ഉറക്കം പോയാലും വേണ്ടിയില്ല, പക്ഷെ ഞാനത് ശരിക്കും ആസ്വദിച്ചു. എൻ്റെ മക്കൾ, നമ്മൾ അറിയുന്നില്ല, ഡൈജസ്റ്റീവ് സിസ്റ്റം, നമ്മൾ കഴിക്കുന്നതൊക്കെ ദഹിപ്പിക്കുന്ന ഒരു സംവിധാനമുണ്ട്. അതിനെക്കുറിച്ച് പലപ്പോഴും നമ്മൾ അവയറില്ല അല്ലേ. എത്ര മണിക്കൂർ ഇത് പ്രവർത്തിക്കും? ഇത് എത്ര മണിക്കൂർ പ്രവർത്തിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ദിവസം ഈ ഡൈജസ്റ്റീവ് സിസ്റ്റം എത്ര മണിക്കൂറാണ് പ്രവർത്തിക്കുന്നത്? 6 hours 24, 24 മണിക്കൂർ. സംശയമുണ്ടേ? രാത്രി 1 മണിക്ക് എണീറ്റ് ഒരു പഴം കഴിച്ചു നോക്കി, ദഹിക്കും. കണ്ടോ? ഒരിക്കലും ഇവിടെ ആലപ്പുഴയിൽ നിന്ന് ധ്യാനിക്കാമെന്നൊരു ചേട്ടൻ ഇങ്ങനെ കണ്ണ് ഇമയ്ക്കാതെ എന്നെ അങ്ങ് നോക്കിയിരിക്കും. ഈ അച്ഛൻ പറയുന്ന എല്ലാം ശരിയാണല്ലോ എൻ്റെ ദൈവമേ, ഇതെല്ലാം ശരിയാണല്ലോ എൻ്റെ ദൈവമേ, ഇന്ന് ഞാൻ എൻ്റെ ദഹന പ്രക്രിയയ്ക്ക് വിശ്രമം കൊടുക്കും എന്ന് ചേട്ടൻ തീരുമാനിച്ചു. എന്നിട്ട് 4 കിലോ അത്താഴം കഴിച്ചു. എന്നിട്ട് കിടക്കാൻ നേരത്ത് ദഹന പ്രക്രിയ അങ്ങ് ഓഫാക്കി വെച്ചു. നല്ല ഉറക്ക. രാവിലെ എണീറ്റ് വയറൊക്കെ ഇങ്ങനെ ഇതിരിക്കുക, വലുതായിട്ടിരിക്കുക. ചേട്ടൻ ചിന്തിച്ചു, കാര്യം മനസ്സിലായി, എന്താ ദഹന പ്രക്രിയ ഓഫാക്കി വെച്ചേക്കല്ലേ. ദഹന പ്രക്രിയ ചേട്ടൻ അങ്ങ് ഓണാക്കി. ഇവിടെ വചന ശുശ്രൂഷയ്ക്ക് തുടങ്ങി. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ദഹന പ്രക്രിയ ഓഫാക്കുകയോ ഓണാക്കുകയോ ചെയ്ത് ആരെങ്കിലും ഉണ്ടോ? ആലപ്പുഴയിൽ നിന്നൊന്ന് ചേട്ടൻ കൈ പൊന്തിച്ചു പിടിച്ചു. ഞാൻ ചോദിച്ചു, ചേട്ടാ
ചേട്ടൻ ഏത് ബട്ടൺ ഞെക്കിയാ ഇത് ഓഫാക്കിയത്? ഏത് ബട്ടൺ ഞെക്കിയത് ഓണാക്കിയത്? ചേട്ടൻ ആ ബട്ടൻ്റെ പേര് പറഞ്ഞു. അങ്ങനെ ബട്ടൺ നമുക്കുണ്ടോ? ഈ പേരിൽ നമ്മുടെ ദഹനപ്രക്രിയ ഓഫാക്കാനും ഓണാക്കാനും പറ്റുന്ന ബട്ടൺ ഉണ്ടോ ഇല്ലയോ? ഇത് നിന്റെ നിയന്ത്രണത്തിലാണോ? ആണോ? അല്ല. ഈ ദഹനപ്രക്രിയ നിന്റെ നിയന്ത്രണത്തിലല്ല. സമ്മതിച്ചോ? ചുമ്മാ പറഞ്ഞാൽ പോരാ. സമ്മതിച്ചോ? മിണ്ടുന്നില്ല. സമ്മതിച്ചോ? സമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ മറ്റൊരെണ്ണം എടുക്കാം. എളുപ്പമുള്ളത് എന്നതാ. ഓക്കെ, ഇതെടുക്കാം. എന്താ? നമ്മുടെ ഹാർട്ട് ബീറ്റ്. ഒരു മിനിറ്റിൽ എത്ര പ്രാവശ്യമാണ് നമ്മുടെ ഹൃദയം ഇടിക്കുക? പറഞ്ഞേ. 68 to 72 times. 68 മുതൽ 22 വരെ. A person sitting in inertia will have a heartbeat of 68 to 72 times. Sitting in inertia എന്ന് പറഞ്ഞാൽ എന്താ? ഇനേർഷ്യ. ഇപ്പൊ ഒരു പണിയില്ലാതെ ഇങ്ങനെ ഇതാണ് ഇനേർഷ്യ. നിങ്ങൾ വ്യാഴാഴ്ച രാവിലെ ധ്യാനം കഴിഞ്ഞ് ഈ ഗ്രൗണ്ടിലൂടെ പോകുകയെന്ന് വിചാരിക്കുക. വീട്ടിലേക്ക് പോവുക. അപ്പോൾ ഒരു ശുനകൻ നിങ്ങളെ കടിക്കാം. ശുനകനോ? ശുനകൻ എന്ന് പറഞ്ഞാൽ അറിയത്തില്ല. മുമ്പ് ഞാൻ ഈ നായ, പിന്നെ ഇങ്ങനെ പെട്ടി എന്നൊക്കെ പേരാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം മുമ്പ് ഇവിടെ ഒരു തീ പിടിച്ചൊരച്ഛനുണ്ടായിരുന്നു, ഒരു ഫാദർ ആൻ്റണി വെട്ടിയാനിക്കലച്ഛൻ. അച്ഛനിപ്പം ജർമ്മനിയിൽ ഡോക്ടറേറ്റ്, ദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് ചെയ്യാം. അപ്പം അച്ഛൻ പറഞ്ഞു, പിന്നെ അച്ഛൻ നമുക്ക് ഈ മൃഗങ്ങളോട് നല്ല ബഹുമാനം വേണം അച്ഛാ, നമുക്ക് നായ എന്നൊന്നും വിളിക്കേണ്ട അച്ഛാ. ഞാൻ പറഞ്ഞ അച്ഛാ, നമുക്കിപ്പം ഈ പാർട്ടിയുടെ ബഹുമാന പേരെന്താ? ഞാൻ കണ്ടുപിടിക്കാം അച്ഛാ. ഈ അച്ഛനുണ്ടല്ലോ, ഒരു ശബ്ദധാരാവലി എടുത്തിട്ട് 3 ദിവസം അധ്വാനിച്ചിട്ടാണ് കണ്ടുപിടിച്ചത് ശുനകൻ. ഇപ്പം ഞങ്ങളിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പോ ശുനക, ബഹുമാനം, നല്ല ബഹുമാന, വാ ശുനക. അപ്പം ഒരു ശുനകൻ കടിക്കാൻ വന്നു. അവൻ നിങ്ങൾ ഓടി. ഹൃദയം എത്ര പ്രാവശ്യം ഇടിക്കും? 100? അതെങ്ങനെ നിങ്ങൾ കണ്ടുപിടിച്ചേ? അങ്ങനെ ഇത് പറയാൻ പറ്റിയല്ല. അങ്ങനെ കണ്ടുപിടിക്കണമെങ്കിൽ ശുനകന്റെ വെലോസിറ്റി നിന്റെ വെലോസിറ്റി അല്ലേ? ഇത് പഠിച്ചിട്ടില്ല? M1 V1 is equal to M2 V2, M1 U1 is equal to M2 U2. അപ്പോൾ അത് ന്യൂട്ടന്റെ ചലന സിദ്ധാന്തമാണ്. അപ്പം ഇത് വരുന്നു. നമ്മൾ നോക്കി ശുനകന്റെ ആക്സിലറേഷൻ, ശുനകന്റെ വെലോസിറ്റി, വേഗത മണിക്കൂറിൽ 30 കിലോമീറ്റർ വേഗത. നിന്നെ കടിക്കാൻ വന്നിരിക്കുക. അപ്പം കടി കൊള്ളാതെ ഓടണമെങ്കിലോ മിനിമം 31-32 കിലോമീറ്റർ വേഗത നീ ഓടിയാലേ കടി കിട്ടാതെ ഓടാൻ പറ്റുള്ളൂ അല്ലേ? നീ ഓടുക. അപ്പോൾ ഓടുമ്പോൾ ഒരു കുഴപ്പം പറ്റും. എന്താ പറയുക, നമ്മുടെ കാലുകൾക്ക് മസിലിന് ബലം വേണം. കാലുകൾക്ക് മസിലിന് ബലം കിട്ടണം. ബലം കിട്ടാൻ എന്ത് ചെയ്യണം? എനർജി ഡിപ്പോസിഷൻ നടക്കണം. കലോറി ഡിപ്പോസിറ്റ് ചെയ്യണം. കലോറി ഡിപ്പോസിറ്റ് ചെയ്യപ്പെടുന്നത് ത്രൂ ബ്ലഡ് സർക്കുലേഷനിലൂടെയാണ്, രക്തചംക്രമണത്തിലൂടെയാണ് എനർജി കൺവേ ചെയ്യപ്പെടുക. അതിന് ഹൃദയം വേഗത്തിലിടിക്കണം, എങ്കിലേ പെട്ടെന്ന് എനർജി ഫ്ലോ അല്ലെ രക്തചംക്രമണം കൂടുതലുണ്ടാവുകയുള്ളൂ. അപ്പം നീ എന്ത് ചെയ്തു? ശുനകൻ വരുന്നത് കാണുമ്പോഴേ നീ ഹൃദയത്തോട് പറഞ്ഞു, ഹൃദയമേ, ഹൃദയം, ശുനകൻ ഇടിക്കൂ, വേഗം ഇടിക്കൂ എന്ന് പറഞ്ഞ് ഹൃദയത്തെ എന്താ പറയുക, പ്രോംപ്റ്റ് ചെയ്ത് സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ഇടിപ്പിച്ചിട്ടാണോ നീ ഓടുന്നേ? ആണോ? ഓവ. ശുനകനെ കാണുമ്പോഴേ നീ അവിടെ പരിഹാരത്തെത്തും. ഈ ഓട്ടം ഒളിമ്പിക്സിലോടി അതൊക്കെ മെഡൽ കിട്ടിയാനെ അല്ലേ? ഇതോടുക. ഇറ്റ് വാസ് വർക്കിംഗ് ആൻഡ് കണ്ടിന്യൂസ്ലി വർക്കിംഗ് വിത്തൗട്ട് യുവർ പെർമിഷൻ. ജനിച്ചന്ന് മുതൽ ഇടിക്കാൻ തുടങ്ങിയതാ അല്ലേ? എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ? ഇല്ല. ഭൂരിപക്ഷം പേർക്കും ഈ സമയം വരെ അല്ലേ? ഇന്നല്ലെങ്കിൽ നാളെ ടീക്ക് തീർന്നു പോകാം. കന്നഡ ധ്യാനത്തിന് ഇവിടെ വന്നുകൊണ്ടിരുന്നൊരു അച്ഛനുണ്ടായിരുന്നു, കന്നഡയിൽ നിന്ന്, മംഗലാപുരത്തു നിന്ന്. മിടുക്കനായൊരച്ഛൻ. രാവിലെ എണീറ്റില്ല, ഉറങ്ങി. ആ ഉറക്കത്തിൽ തന്നെ അറ്റാക്ക് വന്ന് മരണപ്പെട്ടു പോയി. ഈ ധ്യാനത്തിനിടയ്ക്ക് 2 പേര് മരണപ്പെട്ടു പോയി. അവിടെ ബന്ധുക്കൾ ഇവിടുന്ന് പോയി, ഒരാൾ തിരിച്ചു വന്നു. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇത് എപ്പോഴാ തീരുന്നതെന്ന് അറിയില്ല. ഇതാരാ നിയന്ത്രിക്കുന്നേ? ഇതാരാ നിയന്ത്രിച്ചേ? നിനക്ക് നിയന്ത്രണം ഉണ്ട് എൻ്റെ പേരില്ല? ഉണ്ടെങ്കിൽ പറ, ഉണ്ടെന്ന് പറ. മിണ്ടുന്നില്ലല്ലോ. പേടിയായോ? ഇത്ര പേടി വരും നല്ലതാ.
മക്കളെ, ഇതിൻ്റെ മേൽ എനിക്കും നിനക്കും ഒരു നിയന്ത്രണവും ഇല്ല. അങ്ങനെയെങ്കിൽ ഞാൻ ചോദ്യം ചോദിക്കട്ടെ, ശരീരത്തിലെ അവയവങ്ങൾ, ഇന്റേണൽ ഓർഗൻസ്, ഏതെങ്കിലും ഓർഗൻസിന് മേൽ, സിസ്റ്റത്തിന് മേൽ നിനക്ക് നിയന്ത്രണം ഉണ്ടെങ്കിൽ ഒന്ന് പറയാവോ? കിഡ്നി നിനക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ? ഇല്ല. ഞാൻ ഒരിക്കലും ധ്യാനിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ചേർത്തി പറഞ്ഞു, നിയന്ത്രിക്കാൻ പറ്റുന്ന അവയവങ്ങൾ ഉണ്ടച്ചാ. ഉണ്ട്. എന്താ? കണ്ണ്. കണ്ണ്. കണ്ണിന്റെ മേൽ അമ്മച്ചിക്ക് നിയന്ത്രണം ഉണ്ടോ? നിയന്ത്രണമുണ്ട്. അതെങ്ങനെയാ? അപ്പോൾ അമ്മച്ചി എണീറ്റ് വന്നിട്ട് പറഞ്ഞു, 2 കണ്ണടയ്ക്കുമ്പോൾ ഞാൻ അച്ഛനെ കാണുന്നില്ല, 2 കണ്ണ് തുറക്കുമ്പോ ഞാൻ അച്ഛനെ കാണുന്നു. അതുകൊണ്ട് എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട്. അച്ഛനെ കാണണോ വേണ്ടയോ? ഇതാ ഇപ്പൊ ഞാൻ നിയന്ത്രിച്ചിരിക്കുന്നു, അച്ഛനെ കാണുന്നില്ല. ആ, അച്ഛനെ കാണുന്നു. നിയന്ത്രണമായില്ലേ? ഞാൻ പറഞ്ഞു, അമ്മച്ചിയുടെ കണ്ണുകൾക്ക് നിയന്ത്രണമില്ലെന്ന് ഞാൻ പഠിപ്പിക്കട്ടെ? അച്ഛൻ പഠിപ്പിക്ക. ഞാൻ പറഞ്ഞു, എന്നെ ഒരു കണ്ണടച്ച് നോക്കിക്കേ. എന്നെ ഒരു കണ്ണടച്ച് നോക്കിക്കേ. അച്ഛന്മാരെ ഒരു കണ്ണടച്ച് നോക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞു, നോക്കിക്കോ, സാര പാപമൊന്നുമല്ല, നമ്മൾ പരീക്ഷണത്തിന് വേണ്ടിയിട്ടല്ലേ. അമ്മച്ചി ഒരു കണ്ണടച്ച് നോക്കി. അപ്പം ഞാൻ ചോദിച്ചു, ഇപ്പം കാണുന്നത് പകുതി ബന്യച്ചനോ മുഴുവൻ ബന്യച്ചനോ? പകുതിയോ മുഴുവനോ? പകുതിയോ മുഴുവനോ? മുഴുവൻ ബന്യച്ചൻ. അപ്പം അമ്മച്ചി പറഞ്ഞു മുഴുവൻ ബന്യച്ചൻ. ഞാൻ പറഞ്ഞു, എന്നാ പിന്നെ അടച്ച കണ്ണ് തുറന്നിട്ട് തുറന്ന് കണ്ണടച്ച് എന്നിട്ട് നോക്കിക്കേ. എന്നെ കാണുന്നുണ്ടോ? ഉണ്ട്. മുഴുവൻ ബന്യച്ചനാണോ പകുതി ബന്യച്ചനാണോ? മുഴുവൻ ബന്യച്ചൻ. അതിൻ്റെ അർത്ഥം എന്താ? ഓരോ കണ്ണിനും സ്വതന്ത്ര കാഴ്ചയാണ്, അല്ലേ? ഒരു കണ്ണില്ലാതെ പോയാലും മൊത്തം കാണാൻ പറ്റും. ഓരോ കണ്ണിന് സ്വതന്ത്ര കാഴ്ചയല്ലേ? അങ്ങനെയെങ്കിൽ അമ്മച്ചി 2 കണ്ണ് തുറന്ന് നോക്കിക്കേ. ആ, അങ്ങനെയെങ്കിൽ 2 ബന്യച്ചനെ കാണാത്തതെന്തേ? ഓ, സ്വതന്ത്ര കാഴ്ചയുള്ള 2 കണ്ണ് തുറന്ന് നോക്കുമ്പം 2 ബന്യച്ചനെ കാണാത്തതെന്തേ? ഒരേയിൽ എല്ലാം മനസ്സിലായി. അമ്മച്ചി ഇരുന്നു. മക്കളെ, നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ ഓരോന്നും നിന്റെ നിയന്ത്രണത്തിൽ അല്ലെന്നേ. ആരുടെ നിയന്ത്രണത്തിലാ? ഈ അവയവങ്ങൾ തന്നതാരാ? ഉത്തരം പറഞ്ഞേ. ദൈവമാണെന്ന് അവിടെ പറഞ്ഞേ. ചുമ്മാ വീശിയേക്കോ, കൊള്ളുവാണെ കൊള്ളട്ടെ. ദൈവമാണ് ഈ അവയവങ്ങൾ തന്നെന്ന് ബൈബിളിൽ എവിടെയും ഉണ്ടോ ഇല്ലയോ? ടെൽ മീ യെസ് ഓർ നോ. ഉണ്ട്. പ്രഭാഷക പുസ്തകം 17:5. കർത്താവ് അവർക്ക് പഞ്ചേന്ദ്രിയങ്ങൾ നൽകി, 6-ാമതായി മനസ്സും, 7-ാമതായി ബാഹ്യ ഇന്ദ്രിയങ്ങളുടെ വ്യാപാരങ്ങളെ വ്യാഖ്യാനിക്കാൻ യുക്തിബോധവും. ഇനി മോളിൽ 6-ാം വാക്യത്തിലേക്ക് വന്നേ. അവിടുന്ന് അവർക്ക് പോല് ശരിക്കും വചനം പറയുന്നതനുസരിച്ച് ദൈവം മനുഷ്യന് കൊടുത്ത ആദ്യത്തെ അവയവേതാ? ഇപ്പൊ നിങ്ങൾ വായിച്ചതാ, നാവ് അല്ലേ? ആ താഴെ പറയുന്ന കർത്താവർക്ക് പഞ്ചേന്ദ്രിയങ്ങൾ നൽകി എന്നാ പറയുന്നത്. എന്നിട്ട് എടുത്തു പറയുകയാണ് 6-ാം വാക്യത്തിൽ, അവിടുന്ന് അവർക്ക് ആദ്യത്തത് നാവ്. അതെന്തിയേ നാവ് കൊടുത്തത്? എന്തുകൊണ്ടാണ് നാവിന് അത്രയും ശ്രേഷ്ഠത വരുന്നറിയാവോ? എന്തുകൊണ്ടെന്നറിയാവോ? ദൈവരാജ ലോകത്തെത്തിക്കണമെങ്കിൽ എന്ത് വേണം? നാവ് വേണം. ക്രിസ്തുവിനെ പറഞ്ഞു പഠിപ്പിക്കണമെങ്കിൽ എന്ത് വേണം? നാവ് വേണം. വചനം ജനഹൃദയത്തിലേക്ക് എത്തിക്കണമെങ്കിൽ എന്ത് വേണം? നാവ് വേണം. അതുകൊണ്ട് നാവ്. അത് നിങ്ങൾക്കറിയാം, പന്തക്കുസ്താ നാളിൽ വന്നതെന്താ? പരിശുദ്ധാത്മാവ് ഏത് രൂപത്തിലാ വന്നേ? നാവിന്റെ രൂപത്തിൽ, നാവിന്റെ രൂപത്തിൽ. നാവ് തീയാകണം മകനെ, നാവ് തീയാകണം. ആകട്ടെ. ബാക്കി വായിക്കാവോ? 17:6. കർത്താവ് അവർക്ക് നാവും കണ്ണുകളും ചെവികളും ചിന്തിക്കാൻ മനസ്സ് നൽകി. നിങ്ങൾക്കറിയാവോ, ഒരു കുഞ്ഞുണ്ടാകുമ്പോ ഒരു ഗർഭിണിക്ക് എത്ര ട്രൈമസ്റ്റർ പീരീഡ് ഉണ്ട്? പഠിച്ചിട്ടില്ലേ? എത്രയാ? ട്രൈമസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ട്രൈ, ഊനോ, ദുവേ, ത്രേ.
1 2 3 ട്രൈ ത്രേ ട്രൈമസ്റ്റർ 3 മാസം. ആദ്യത്തെ 3 മാസം, രണ്ടാമത്തെ 3 മാസം, മൂന്നാമത്തെ 3 മാസം. 3 + 3 + 3 = 9. ഒരു കുഞ്ഞിൻ്റെ വളർച്ച പൂർണ്ണമാകുന്നു ഏകദേശം, അല്ലേ? ഈ വളർച്ചയുടെ കാലഘട്ടം, പ്രത്യേകിച്ച് ആദ്യത്തെ 3 മാസം എന്ന് പറഞ്ഞ് പ്രത്യേകമായ ഒരു തരംതിരിവൊന്നുമില്ല. പക്ഷെ പഠിക്കാൻ, സയൻസിന് പഠിക്കാൻ, ഗൈനക്കോളജിക്ക് പഠിക്കാൻ എളുപ്പത്തിന് തിരിച്ചിരിക്കുന്ന ഈ ഒരു വളർച്ചയുടെ കാലഘട്ടത്തിൽ ഒരു കുഞ്ഞിൻ്റെ ശരീരത്തിൽ ദൈവം ഈ കുഞ്ഞിനെ വളർത്തുന്നു. നമുക്കൊരു ധാരണയുണ്ട്. എൻ്റെ അമ്മ 4 അടിയിരിക്കുന്നതിട്ട് പറഞ്ഞു, നിനക്കറിയാവോ ഞാനെന്തോ തെറ്റ് കാണിച്ചതാ. എനിക്കതിൽ സങ്കടമൊന്നുമില്ല, എൻ്റെ അപ്പോൾ തെറ്റ് വന്നിട്ടുണ്ട്. പക്ഷെ അമ്മ ഒരു കാര്യം പറഞ്ഞു കൊടുത്തല്ലോ, ഞാൻ നിന്നെ 10 മാസം നൊന്തു പ്രസവിച്ചതാണെന്ന് പറഞ്ഞോണ്ട് അടി. പിന്നെ ഞാൻ അമ്മയോട് പറഞ്ഞു, നമ്മുടെ ഗ്രാമർ തെറ്റി. അതെവിടെയാണ് തെറ്റിയ ഗ്രാമർ? ആ 10 മാസം നൊന്ത് പ്രസവിച്ചിട്ടില്ല. നൊന്ത് പ്രസവിച്ചു എന്നത് ശരി തന്നെയാണ്, 10 മാസം ഉദരത്തിൽ വളർത്തിയെന്ന് ശരി തന്നെയാണ്. പക്ഷെ മൊത്തം ഗ്രാമർ തെറ്റിപ്പോയി. പക്ഷെ അടി 4 ഇരുന്ന് പഠിച്ചപ്പോൾ 4 അടിക്കില്ല. ഇല്ലെന്നേ, നിങ്ങളിന്ന് പഠിച്ചു നോക്കിയോ? മാക്സിമം ഒരു 2 അടിക്കേ ഞാനിപ്പോൾ തെറ്റ് ചെയ്തിട്ടുള്ളൂ. കാരണം ഈ അമ്മ വളർത്തി എന്ന ആ പ്രൊമിസ് ഉണ്ടല്ലോ, അത് 100% ശരിയല്ല. കേൾക്കട്ടെ, മരിച്ചുപോയി, മോളിൽ നിന്ന് കേൾക്കുന്നുണ്ട്. അമ്മയാണോ വളർത്തിയത്? അല്ലെന്ന് ഞാൻ തെളിവ് തരാം. ഉദാഹരണങ്ങൾ ശ്രദ്ധിച്ചോ. നിങ്ങൾ കുഞ്ഞുങ്ങളുള്ളവരുണ്ടല്ലോ, ഇല്ലേ? ഉണ്ട്. നിങ്ങൾ കൺസീവായി എന്ന് തിരിച്ചറിഞ്ഞു. ഉടനെ നിങ്ങൾ ഹോസ്പിറ്റലിലെത്തി, ഗൈനക്കോളജിസ്റ്റിനെ കണ്ടു, സ്കാൻ ചെയ്തു, റിസൾട്ട് വന്നു. ഈ സ്കാൻ റിസൾട്ട് ഡോക്ടറുടെ അടുത്തെത്തി. ഡോക്ടർ നോക്കി, കുഞ്ഞിന് വളർച്ചയില്ല. അതുകൊണ്ട് 2 ഗുളിക, 2 ടോണിക്ക് 3 നേരം. ആര് കഴിക്കണം ഇത്? അമ്മ. വളർച്ചയില്ലാത്ത ആർക്കാ? കൊച്ചിന്. ആര് കഴിക്കണം? അമ്മ. ഇതെവിടുത്തെ നീതിയാ? അമ്മ കഴിച്ചു ഗുളിക, എന്നിട്ട് ആർക്കെത്തിച്ചു? കൊച്ചിന്. അമ്മ എന്നാ ചെയ്തേ? അടി 4. മര്യാദ വേണ്ടേ? എൻ്റെ മക്കൾ, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ ആ സമയത്ത് ഗർഭിണിയായിരുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് പേര് ഇവിടെ ഉണ്ടല്ലോ, ഇല്ലേ? കപ്പ ബിരിയാണി കഴിച്ചല്ലോ. കൊച്ചിന് നല്ല വളർച്ച കിട്ടുന്ന 4 പൊറോട്ടയും 3 മുട്ടയും കൂടെ ഒരു ദിവസം കഴിച്ചു നോക്കി. കൊച്ചിലെത്തുവോ? ഇല്ല. എന്തുകൊണ്ട് എത്തിയാല? ആ കുഞ്ഞിന് വേണ്ട പോഷകങ്ങൾ എന്താണെന്ന് നിശ്ചയിച്ചു വെച്ച ഒരു ദൈവം നിന്നിലുള്ള ആത്മാവിലൂടെ, നിന്നിലുള്ള കൃപയിലൂടെ ആ കുഞ്ഞിന് വേണ്ടത് എന്താണ് എന്ന് വേണ്ടതുപോലെ കൃത്യസമയത്ത് എത്തിക്കും. അമ്മ എന്ത് ചെയ്യുന്നു? അമ്മ കിടക്കുന്നു, ബെഡ് റെസ്റ്റ് ആണ്, കിട്ടുന്നൊക്കെ കഴിക്കുന്നു. എന്നിട്ട് ആയാസപ്പെട്ടെന്തോ വലിയ കാര്യങ്ങൾ പറയുന്നു. 10 മാസം വളർത്തി, 10 മാസം നിന്നെ നൊന്ത് പ്രസവിച്ച് ഗ്രാമർ മിസ്റ്റേക്കിൽ അടിയും തന്നിട്ട്. സത്യത്തില് വളർത്തുന്നത് ആരാ? ഒന്ന് ആലോചിച്ച് നോക്കിക്ക്. ഇല്ലേ? ഞാൻ ഓർക്കാം, ഞാൻ മിലാനിൽ നിന്ന് റോമിലേക്ക് വരിക. ഒരു യൂറോ സ്റ്റാറിലാണ്, വേഗത്തിലുള്ള ട്രെയിൻ, ബുള്ളറ്റ് ട്രെയിൻ. അപ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് സീറ്റിൽ ഒരു 3 ഇറ്റാലിയൻ ലേഡീസ് ഇരിക്കുന്നുണ്ട്. അവർ അന്നത്തെ പ്രധാനമന്ത്രി സിൽവിയോ ബെർലസ്കോണിയുടെ ഭരണപരിഷ്കാരത്തെക്കുറിച്ച് ഇങ്ങനെ വാചാലമായി സംസാരിക്കുക. ഞാൻ നോക്കുമ്പോൾ അതിൻ്റെ ഒരു ലേഡിയുടെ ബാഗിൽ ഒരു കൊച്ചിനെ ഇട്ടിട്ടുണ്ട്. ആ കൊച്ചെന്നെ നോക്കിയിട്ട് ആ കൊച്ചിൻ്റെ മുഖം എൻ്റെ നേരെയാണ്. ഞാൻ ഈ കൊച്ചിൻ്റെ മുഖം നോക്കുമ്പോൾ കൊച്ച് ഒരു കണ്ണിങ്ങനെ അടിച്ചു കാണിക്കും. ഞാൻ പെട്ടെന്ന് ഞെട്ടി. നന്നേ ചെറുതാ, 1 വയസ്സ് പോലും ആയിട്ടുണ്ടാവില്ല. അപ്പോഴത്തേക്ക് നമ്മളെ കണ്ണടച്ച് കാണിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇത് വലുതാവുമ്പം അതെന്തെല്ലാം ചെയ്യുന്നു ഞാൻ ഓർത്ത് പേടിച്ചിട്ട് ഞാൻ പുറത്തേക്ക് നോക്കിയിരുന്നു. ഇത്ര കഴിഞ്ഞ് ഇവിടെ സംസാരം എല്ലാം കഴിഞ്ഞിട്ട് ഇവരെന്നെ നോക്കി. ഇവർക്കൊരു സംശയം, ഇത് ആഫ്രിക്കയിൽ നിന്നാണോ അന്റാർട്ടിക്കയിൽ നിന്നാണോ? പക്ഷെ ഞാൻ ഈ പൗരോഹിത്യ വേഷത്തിലാണ്. ഞാനിവിടെ പൈലിയും പുരോഹിത വേഷം, റോമൻ കോളർ വെച്ചിട്ടുണ്ട്. ദിദോവേ ഇവിടുന്നാ? നല്ല ഇന്ത്യയിൽ നിന്നാണ്. ഇന്ത്യയിൽ നിന്നാണ്. ഇവിടെ എന്നാ പരിപാടി? ഞാൻ പറഞ്ഞു, ഇങ്ങനെ റോമിലെ ഒരു യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻറ്റാ. വിശേഷങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ വിശേഷങ്ങളെല്ലാം പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചത് നിങ്ങളാരാ? അപ്പോൾ അവർ പറഞ്ഞു, റോമിലെ ഒരു യൂണിവേഴ്സിറ്റിയിലെ 3 പ്രൊഫസേഴ്സാണ്. നിങ്ങൾ മിലാനിലെ അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ ഈ അവധിക്കാല
അവധിക്കാലത്ത്, ഈസ്റ്റർ അവധിയിലാണേ, ഞാൻ ഈസ്റ്റർ അവധി കഴിഞ്ഞ് റോമിലേക്ക് പോവാം. അപ്പോൾ അവധിക്കാലത്ത് യുവജനങ്ങൾക്ക് ക്രാഷ് കോഴ്സ് നടത്താൻ പോയിരിക്കുക. 5 ദിവസത്തെ 4 ദിവസത്തെ. വിഷയം എന്താ? വിഷയം കേട്ടാൽ നിങ്ങൾ ചിരിക്കും. ബ്രസ്റ്റ് ഫീഡിങ്, മുലയൂട്ടൽ, അതാണ് പഠിപ്പിക്കാൻ പോയിരിക്കുന്നത്. അപ്പോഴൊരു കാര്യം മനസ്സിലായത്, ഈ ബാഗി കിടക്കുന്നത് ജീവനുള്ള കൊച്ചല്ല, പാവയാ. ശരിക്കും ജീവനുള്ള കുഞ്ഞിനെ പോലെ, കാരണം അവിടെ ടെക്നോളജിക്ക് എത്ര വലുതാ, അതുകൊണ്ടായിരിക്കാം. പ്രധാനമന്ത്രിയുടെ ഭരണപരിഷ്കാരത്തെക്കുറിച്ച് വളരെ ഇഴകീറി പരിശോധിക്കുന്ന ഈ പാർട്ടീസ് ബ്രസ്റ്റ് ഫീഡിങ്ങിനെ കുറിച്ച് ക്ലാസ് എടുക്കാൻ പോയി എന്ന് പറയുമ്പോൾ ചിരി വരികയില്ല. ഞാൻ ചിരിച്ചു. അപ്പം എന്നോട് ചോദിച്ചു, എന്നാ ചിരിക്കുന്നേ? ഞാൻ പറഞ്ഞു, പറയല. അപ്പോൾ അവർ പറഞ്ഞു, നമ്മുടെ തമ്മിലുള്ള സംസാരത്തിൻ്റെ ഇടയിൽ വന്ന ചിരി ആയതുകൊണ്ട് അതിൻ്റെ കാരണം അറിയാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്. ഞാൻ പറഞ്ഞു, ഇന്ത്യയിൽ പശുക്കളുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, അതിനേക്കാളും പശുക്കൾ ഇവിടെയുണ്ട്. ശരിയാ, നമ്മുടെ പശുക്കൾ 4 കുട്ടിയാനെ പോലത്തെയാ പശുക്കളൊക്കെ എവിടെയുള്ളത്, മുക്ക ആകട്ടെ. അപ്പോൾ അവിടെ പശു പ്രസവിച്ചാൽ മൂരി ട്രെയിനിങ് കൊടുക്കുന്നുണ്ടോ? പശുക്കിടാവേ ഉണരൂ, എണീൽക്കൂ, 4 കാലേ നിൽക്കൂ, മന്ദം മുന്നോട്ട് പോകൂ, തല ഉയർത്തു, അകിട് കാണൂ, കുടിക്കൂ. ട്രെയിനിങ് ഉണ്ടോ? ഇല്ല. മൂരി ട്രെയിനിങ് കൊടുക്കുന്നില്ല. തള്ളപ്പശു ട്രെയിനിങ് കൊടുക്കുന്നുണ്ടോ? നീ ചുമ്മാ അങ്ങനെ കടന്നിട്ട് കാര്യമില്ല. പ്രസവിച്ചിട്ട് ഇപ്പോൾ കുറേ നേരമായല്ലോ, നീ എണീറ്റ് പാല് കുടിക്കാൻ നേരമായി, പതി എണീക്കണം. ട്രെയിനിങ് ഉണ്ടോ? ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു, നമ്മുടെ നാട്ടിൽ പശുവിനോ പക്ഷികൾക്കോ ഇതിനൊന്നും ഈ ഫീഡിങ്ങിന് വേണ്ടിയിട്ട് അതിൻ്റെ തള്ളപ്പക്ഷിയോ അല്ലെങ്കിൽ പശുവോ ഒന്നും ട്രെയിനിങ് കൊടുക്കാൻ നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ മനുഷ്യർക്ക് ഇതിൻ്റെ ആവശ്യം എന്താണെന്ന് ഞാൻ ചോദിച്ചു. അല്ലേ, നല്ല ചോദ്യമല്ലേ? എനിക്ക് ഒരു അഭിമാനം തോന്നുന്നില്ല എൻ്റെ ചോദ്യം കേട്ടിട്ട്? ആ ചോദ്യമെല്ലാം ചോദിച്ച് ഞാൻ ഒരു പ്രൊഫസറുടെ ഒരു ഭാവത്തിൽ ഞാനിങ്ങനെ സ്കോർ അടിച്ചിട്ടിരിക്കുമ്പം അതിലൊരു പ്രൊഫസറിനോട് ചോദിച്ചു, ഇന്ത്യയിൽ എവിടുന്നാ? ഞാൻ പറഞ്ഞ കേരളത്തിൽ നിന്നാ. അപ്പോൾ ഈ പ്രൊഫസറിനോട് ചോദിച്ചേ, കേരള ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക കലണ്ടറിൽ മുലയൂറ്റൽ വാരം എന്ന് കൊടുത്തിരിക്കുന്ന എന്തിനാ? ഞാൻ പുറത്തേക്ക് പക്ഷി പറക്കും നോക്കി. ഞാൻ അങ്ങനെ രക്ഷപ്പെടുന്നു പലപ്പോഴും. ഞാൻ പുറത്തേക്ക് പക്ഷി പറക്കും നോക്കി. എൻ്റെ മക്കൾ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരു കുഞ്ഞിൻ്റെ വളർച്ച അല്ലേ? ഈ കുഞ്ഞിന് എന്തെല്ലാം കഴിവുകൾ. എഡ്യൂക്കേഷൻ എന്ന വാക്കിനർത്ഥം എന്താ? എദ്യൂക്കാരെ 2 ലാറ്റിൻ വാക്കാ. ടു ബ്രിങ് ഔട്ട് എന്നാ എൻ്റെ മീനിങ്. എന്ത് പുറത്തു കൊണ്ടുവരിക. എന്താ പുറത്തു കൊണ്ടുവരണ്ടേ? ദ ഇന്നേറ്റ് ടെൻഡൻസി, ദ ഇന്നേറ്റ് പവർ, ദ എനർജി, ദ പൊട്ടൻസി ഇൻ ഹിം. ഞാൻ ഉദാഹരണം പറയാം. ഒരു തേങ്ങ എടുത്ത് മണ്ണിൽ നട്ടു നോക്കിക്കേ, എന്തുണ്ടാകും? തെങ്ങുണ്ടാവും, ഇല്ലേ? എന്നിട്ട് ഒരു തേങ്ങ എടുത്ത് ഞാൻ പൊട്ടിച്ചിട്ട് നിങ്ങളെ കാണിച്ചിട്ട് പറയാം, തെങ്ങിനെ കാണിച്ചതാ നിങ്ങളെ കൊണ്ട് പറ്റില്ല. പക്ഷെ നിങ്ങൾ പറയും തേങ്ങയിൽ നിന്നാണ് തെങ്ങുണ്ടാകുന്നത്. ഒരു മാങ്ങാണ്ടി എടുത്ത് പൊട്ടിച്ചിട്ട് മാവിനെ കാണിച്ചതാ, അസാധ്യം. പക്ഷെ ഇതിൽ നിന്ന് there's a potency, there's a grace. അപ്പം അത് ആ ഒരു കൃപ, ഒരു കുഞ്ഞിന് ദൈവം കൊടുത്തിരിക്കുന്ന ഇനോർമസ് കപ്പാസിറ്റിയെ കണ്ടെത്തി വളർത്തുക, അതാണ് എഡ്യൂക്കേഷൻ. എന്തെങ്കിലും ആകട്ടെ. അപ്പോൾ ഒരു കുഞ്ഞിന് ദൈവം കൊടുത്തിരിക്കുന്ന അത്ഭുതകരമായ സിദ്ധി എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ട്. എന്നിട്ട് കുഞ്ഞ് ഭൂമിയിലേക്ക് ജനിപ്പിക്കുന്ന ആരാ? ദൈവം. എൻ്റെ ഓരോ പ്രോസസ്സും നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോ. ആ കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിൽ എങ്ങനെയാണ് കിടക്കുന്നത്, എന്നിട്ട് അതിന് ഡെലിവറി സമയമാകുമ്പം അതിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ കുഞ്ഞ് ഭൂമിയിലേക്ക് വരുന്ന സമയത്ത് ആ കുഞ്ഞിൻ്റെ ശിരസ് മുകളിലേക്കോ താഴേക്കോ? പെട്ടെന്ന് പറയാൻ സമയമില്ല. താഴേക്ക്. ജനിക്കാൻ പോകുന്നൊരു കുഞ്ഞിൻ്റെ കാല് രണ്ടും താഴേക്കോ മുകളിലേക്കോ? മുകളിലേക്ക്. തല താഴേക്ക് വെച്ച് കാല് മുകളിലേക്ക് വെച്ച് നിൽക്കുന്നതിൻ്റെ പേരെന്താ? ശീർഷാസനം. തലകുത്തി നിൽക്കുക, ശീർഷാസനം. യോഗയുടെ ഹെഡായത്. കണ്ടോ, ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ പോലെ യോഗ പഠിപ്പിച്ചിട്ടാണ് ദൈവം താഴേക്ക് വിട്ടേക്കുന്നത്. The very moment that baby comes, starts screaming, കരയാൻ തുടങ്ങുന്നു, അല്ലേ? ശ്വസിക്കാൻ തുടങ്ങുന്നു. അതിന് മുമ്പ് വരെ അത് അങ്ങനെ ആയിരുന്നില്ല. അത് പാല് കുടിക്കുന്നു, അതിന് മുമ്പ് വരെ അങ്ങനെ ആയിരുന്നില്ല. The very moment after the birth,
പ്രീനേറ്റൽ സ്റ്റേജ്, അന്നേറ്റൽ സ്റ്റേജ്. നോക്കുക, ഇറ്റ്സ് എ മിസ്റ്ററി. നിങ്ങൾക്കത് മനസ്സിലാകുമെന്ന് ഞാൻ മനസ്സ് വിചാരിക്കുന്നു. അതുകൊണ്ട് മനുഷ്യ ശരീരവും മനുഷ്യ ശരീരത്തിന്റെ വളർച്ചയും മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതല്ല. എന്നിട്ട് ഇത് വളർത്തിയെടുക്കുക. ഒരു ഗർഭാവസ്ഥയിൽ ഒരു കുഞ്ഞ്, നിങ്ങൾക്കറിയാവോ, കണക്ക് 2 തരം പ്രോഗ്രഷൻ ഉണ്ട്. ഒന്ന് അരിത്തമാറ്റിക്കൽ പ്രോഗ്രഷൻ, മറ്റൊന്ന് ജോമെട്രിക്കൽ പ്രോഗ്രഷൻ. അരിത്തമാറ്റിക്കൽ പ്രോഗ്രഷൻ 1 കഴിഞ്ഞാൽ 2 കഴിഞ്ഞാൽ ഇനി അറിയാമല്ലോ എന്ന് പറയാം. 2 കഴിഞ്ഞാൽ 3, 3 കഴിഞ്ഞാൽ 4 രക്ഷപ്പെട്ടു, 4 കഴിഞ്ഞാൽ 5 രക്ഷപ്പെട്ടു, ഭാഗ്യം, ആ ഇയർ കൊണ്ടു. ജോമെട്രിക്കൽ പ്രോഗ്രഷൻ 1 കഴിഞ്ഞാൽ 3 തെറ്റി, 1 കഴിഞ്ഞാൽ 2, 2 കഴിഞ്ഞാൽ 4, ഇനി കിട്ടിക്കോളും. 4 കഴിഞ്ഞാൽ 6 അല്ല 8, 1, 2, 4, 8, 16, 32. ഇതാണ് ജോമെട്രിക്കൽ പ്രോഗ്രഷൻ. ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ വളരുന്നത് ഇറ്റ് ഈസ് ഇൻ അരിത്തമാറ്റിക് പ്രോഗ്രഷൻ, ജോമെട്രിക്കൽ പ്രോഗ്രഷൻ. ജോമെട്രിക്കൽ പ്രോഗ്രഷൻ. ഒരു സെല്ല് 2 ആയി, 2, 4 ആയി, 4, 8 ആയി, 8, 16 ആയി, 16, 32 ആയി, ഇങ്ങനെ വളരുന്നത്. അങ്ങനെയാണ് അവയവങ്ങൾ ഉണ്ടാകും. ഞാനിത് പെട്ടെന്ന് ചുരുക്കി സയൻസിൻ്റെ ഭാഗം അവസാനിപ്പിച്ചിട്ട് വചനത്തിലേക്ക് വരണം. എൻ്റെ മക്കളെ, ഇറ്റ്സ് എ മിറക്കിൾ. അതുകൊണ്ട് ഈ കുഞ്ഞ് ഭൂമിയിലേക്ക് വന്നു, ജനിച്ചു. എന്നിട്ട് ആ കുഞ്ഞിൻ്റെ വളർച്ച അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റും. ഫീഡിങ് മാത്രമാണ്, വളർച്ച അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റില്ല. വളർത്തുന്നത് ആരാ? ദൈവമാണ്. കൈ വളരുന്നു, കാല് വളരുന്നു, ഇല്ലേ? ഓരോന്നും പഞ്ചേന്ദ്രിയങ്ങൾ ഓരോന്നും വളരുന്നു. ആര് വളർത്തുന്നു? മാതാപിതാക്കളല്ല, വളർത്തുന്നത് ദൈവം. അതെവിടെ പറയുന്നേ? എഫേസ്യ ലേഖനം 4:16 എടുത്തേ. അവൻ വഴി ശരീരം മുഴുവനും ഓരോ സന്ധിബന്ധവും അതതിന്റെ ജോലി നിർവഹിക്കത്തക്ക വിധം സമുന്നയിക്കപ്പെട്ട് വളരുകയും സ്നേഹത്തിൽ രൂപപ്പെടുകയും ചെയ്യുന്നു. അവൻ വഴി ശരീരം മുഴുവനും ഓരോ സന്ധിബന്ധവും അതതിന്റെ ജോലി നിർവഹിക്കത്തക്ക വിധം സമുന്നയിക്കപ്പെട്ട് വളരുകയും സ്നേഹത്തെ രൂപപ്പെടുകയും ചെയ്യുന്നു. കൊളോസ്യ ലേഖനം 2:19 എടുത്ത്. കൊളോസ്യ ലേഖനം 2:19. അവർ ശിരസിനോട് ഗാഢബന്ധം പുലർത്തുന്നില്ല എന്ന ഭാഗം വിടുക. അത് പാപികളെ കുറിച്ച് പറയുന്നതാ. അവർ ശിരസിനോട് ഗാഢബന്ധം പുലർത്തുന്നില്ല. എന്നിട്ട് പറയുകയാണ്, ശരീരം മുഴുവനും സന്ധിബന്ധങ്ങളാലും സ്ഥിരകളാലും പരിപുഷ്ടമാക്കപ്പെട്ടും കൂട്ടിയിണക്കപ്പെട്ടും ദൈവഹിതാനുസരണം പൂർണ്ണ വളർച്ച പ്രാപിക്കുന്നത് ഏത് ശിരസിൽ നിന്ന്? അതേത് ഈ ശിരസ്? ക്രിസ്തുവാകുന്ന ശിരസിൽ നിന്ന്. നെർവിൽ ഒരു പൊട്ടുപോലും വരാതെ ഇതുവരെയും സംരക്ഷിച്ച ദൈവത്തെ കുറിച്ച് നിനക്ക് എന്നാ ചുക്കറിയാം? പറ. എന്നിട്ട് പറഞ്ഞല്ലോ, എന്റെ ശരീരം, എന്റെ പണം ഞാൻ കുടിക്കും, ഞാൻ വലിക്കും. എന്തിയെ എന്ന് മണ്ണിന്റെ അടിയിലുണ്ട്. മണ്ണിന്റെ അടിയിലുണ്ട് മക്കളെ. ഇതൊന്നുമല്ല, ഇത് ഈ വലിയ മഞ്ഞുമലയുടെ ഇത്രയേ ഉള്ളൂ. ഈ ശരീരത്തിന്റെ അനാട്ടമി എന്ന് പറഞ്ഞാൽ, അതിന്റെ ഫിസിയോളജി എന്ന് പറഞ്ഞാൽ, അതിന്റെ ബയോകെമിസ്ട്രി എന്ന് പറഞ്ഞാൽ, ഇറ്റ് സംതിങ് മിറാക്കുലസ്. ഓരോ പ്രാവശ്യം മെഡിക്കൽ കോളേജിൽ നിന്ന് MBBSന്റെ ഫൈനൽ എക്സാമിനേഷന് മുമ്പ് എല്ലാവരും കൂടെ പാഞ്ഞു പിടിച്ച് പിള്ളേരെല്ലാവരും കൂടെ, ക്രിസ്ത്യാനി പിള്ളേർ ആരെല്ലാം എല്ലാം കൂടെ ഇവിടെ വരും. അച്ഛാ ഒന്നല്ലേ കഴിച്ച് പ്രാർത്ഥിക്കുക, അച്ഛാ MBBSന്റെ ഫൈനൽ എക്സാമിനേഷൻ അച്ഛാ എന്ന് പറയും. നോക്കുക, പഠിച്ചിട്ട് ഇവിടെ എത്തുന്നില്ല. മിസ്റ്ററി. എൻ്റെ ഒരു കസിൻ കൊച്ചുണ്ടേ, അനു എന്നാണ് ആ കുട്ടിയുടെ പേര്. കുമളി, വീട് കുമളിയിലാണ്, ഇടുക്കി ജില്ലയിലെ കുമളിയിൽ. അവള് MBBSന് പഠിക്കുമ്പോൾ നല്ലോണം പഠിക്കുന്ന കൊച്ചാണ്. 2nd റാങ്കോടെ പാസ്സായ കുട്ടിയാണ്. ഫസ്റ്റ് റാങ്ക് കിട്ടേണ്ട കുട്ടിയാണ്. പക്ഷേ ഫൈനൽ എക്സാമിനേഷന് 1 മാസം മുമ്പ് അവിടെ പപ്പ പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരിച്ചു. ഭയങ്കര കൂട്ടായിരുന്നു. അത് അവളെ വല്ലാണ്ട് തളർത്തി കഴിഞ്ഞു. പരീക്ഷ പോലും എഴുതില്ല എന്ന് ഞങ്ങൾ വിചാരിച്ചു. പക്ഷേ അവൾ പോയി എഴുതി, 2nd റാങ്ക് കിട്ടി. ലേക്ക് ഷോർ, ഇപ്പം ദുബായിലാണ്. ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ അവൾ ജോലി ചെയ്യുമ്പോൾ ഒരു സെന്നെ വിളിച്ചു. ഞാനന്ന് ഇവിടെ അമ്മ റൂമിലാണ്. ബെന്യച്ചാ, ഞാനേ നീറ്റ് എക്സാമിനേഷന് വേണ്ടി ഒരുങ്ങുക, PG പഠിക്കാൻ. അച്ഛൻ പറ, ഞാനെന്താ PG എടുക്കണ്ടേ? അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് സർജറി ഭയങ്കര ഇഷ്ടം, നീ സർജൻ ആയിക്കോ. ഞാൻ സർജൻ ആവൂല. എന്താവാത്ത? സർജൻ ഷുഡ് ബി അവൈലബിൾ 24 hours ഇൻ എ ഹോസ്പിറ്റൽ. 3 മണിക്കൊരു അപകടം വന്നു, സർജറി ആവശ്യമാ,
സർജൻ അവിടെ വേണം. അല്ലെ 12 മണിക്ക് ഒരു ആവശ്യം വന്നു, ഒരു സർജറി വേണം, സർജൻ വേണം. അതുകൊണ്ട് ഞാൻ പെൺകുട്ടിയാ, എനിക്ക് അങ്ങനെ ഓഫ് ടൈമിലോ ഓ ടൈമിലോ ആ സമയത്തൊന്നും അങ്ങനെ ഹോസ്പിറ്റൽ അവൈലബിൾ ആകാൻ പറ്റിയാലോ, വേണ്ട, സർജറി വേണ്ട, നീ പെൺകുട്ടിയാണല്ലോ, നിന്നാ നീ ഗൈനക്കോളജിൽ എനിക്കിഷ്ടമില്ല. ഞാൻ പറഞ്ഞു, പിന്നെ നീ എന്നെ എന്തിനാ വിളിച്ച? നിനക്ക് ഇഷ്ടമുള്ള എടുത്താൽ പാടില്ല. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, എന്നാലേ ഞാൻ പറയട്ടെ. പറഞ്ഞു, ഞാൻ പറയുവേ. ഞാൻ പറഞ്ഞു, എൻ്റെ ഇഷ്ടം നീ പറഞ്ഞു. അതെ, ഡെർമറ്റോളജി. ഓ, ഡെർമറ്റോളജി എന്നതാ? സ്കിൻ. ഏറ്റവും പഠിക്കാൻ പാടാ, പക്ഷെ ഏറ്റവും എളുപ്പമുള്ള പണി, ഒരു റിസ്ക്കും ഇല്ല. ഞാൻ ചോദിച്ചേ, ഡെർമറ്റോളജിയോ? എൻ്റെ അറിവില്ലായ്മ കൊണ്ട് തൊലിയെക്കുറിച്ചോ? എൻ്റെ മാതാവ്. ആഹാ, എന്നാന്ന് പറഞ്ഞേ, നമ്മുടെ ത്വക്കിന് എത്ര ലെയറുണ്ട്? ഓ, നമ്മുടെ ത്വക്കിന്, സ്കിന്നിന് എത്ര അടുക്കുണ്ട്? ഹലോ 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 ഹലോ, ആരോ എന്നെ വിളിക്കുന്നു, ഞാനിപ്പം വരാവേ. ഞാൻ ഫോൺ കട്ടാക്കി, പിന്നെ ഞാൻ ഇതിനെ വിളിച്ചിട്ടില്ല. സ്കിന്നിന് എത്ര ലെയറുണ്ട് പറ? ഒവ്വ, 3 or 4? 3 പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം 3 കഴിഞ്ഞ് 4 ഇനിയും കൂടുമെന്ന് എനിക്കറിയാൻ പാടില്ല. മക്കളെ, ഒരു സ്കിന്നിൻ്റെ ഇത്ര പാർട്സ് എടുത്തിട്ട് അത് പഠിക്കണമെങ്കിൽ വർഷങ്ങൾ എങ്ങും ആവില്ല. യു ആർ എ വർക്കിംഗ് മെഡിക്കൽ കോളേജ് വിത്ത് ഓൾ ഡിപ്പാർട്ട്മെന്റ്സ്. ഇറ്റ്സ് എ മിസ്റ്ററി. യുവർ ബോഡി ഈസ് എ മിസ്റ്ററി. യുവർ ബോഡി ഈസ് എ മിസ്റ്ററി. അതുകൊണ്ട് നിങ്ങളോരോരുത്തരും സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്നറിയണം. ദൈവത്തെ അറിയാത്ത വിജാതിയരെ പോലെ കാമവികാരങ്ങൾ തങ്ങൾ വിധേയരാകരുത്. ഈ വിഷയത്തെ നിങ്ങൾ വഴിപിഴയ്ക്കുകയോ സഹോദരനെ വഞ്ചിക്കുകയോ ചെയ്യരുത്. കാരണം ഞങ്ങൾ നേരത്തെ തന്നെ പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള പോലെ ഇക്കാര്യങ്ങളിലെല്ലാം പ്രതികാരം ചെയ്യുന്നവനാണ് അവൻ. അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ആകയാൽ ഇക്കാര്യങ്ങളെ ധിക്കരിക്കുന്നവൻ മനുഷ്യനെയല്ല, ദൈവാത്മാവിനെ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ദൈവത്തെയാണ് ധിക്കരിക്കുന്നത്. 1 തെസ്സലോനിയർ 4:4. എന്നിട്ട് ഈ വചനം ചങ്കോട് ചേർത്ത് വെക്കേണ്ട ഒരു വചനമാണ്. നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന്. ആ വാക്കെന്നതാ? അറിയാൻ ശ്രമിക്കണമെന്നാണോ? അറിയാൻ പരിശ്രമിക്കണമെന്നാണോ? അല്ല, ഇറ്റ് ഇസ് സെഡ് ഇൻ കാറ്റഗോറിക്കൽ ടേംസ്. മാറ്റമില്ലാത്ത വ്യാകരണ ഭാഷയിൽ നിന്നെ പഠിപ്പിച്ചു അറിയണം. ഇല്ലാതെ എക്സെപ്ഷൻ ഇല്ല, അതിന് ഓപ്ഷൻ ഇല്ല. പറ്റുന്ന പോലെ നോക്കാം, ആവുന്നവർ ശ്രമിക്കാം. എന്റെ ശരീരം, എന്റെ മണം, ഞാൻ കുടിക്കും, ഞാൻ വലിക്കും. അതെ അതെ, പോക്കറ്റിൽ വെച്ചാ മതി. കാരണം നിന്റെ കൈ അനങ്ങണമെങ്കിൽ, നിന്റെ നാവണങ്ങണമെങ്കിൽ, ഈ ഒരു വാക്ക് നീ ഉച്ചരിക്കണമെങ്കിൽ ഇവിടുന്ന് ഒരു കൃപ വരണം. നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയണം. തീർന്നില്ല, ഇത് നീണ്ടങ്ങ് പോവാ. ദൈവത്തെ അറിയാത്ത വിജാതിയരെ പോലെ കാമവികാരങ്ങൾക്ക്, ഇതൊരു ചെറിയ പ്രശ്നമുണ്ട് ഇവിടെ. കാമവികാരങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു തെറ്റിദ്ധാരണ വരും. എന്താണ് ഈ കാമവികാരം? ഇവിടെ കാമവികാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ലൈംഗികമായ വികാരം, പ്രലോഭനം, കോൺകുപ്പീഷൻസ്, ലൈംഗിക വികാരം. നോ, അതല്ല, അതുമാണ് കാമവികാരം എന്ന് പറഞ്ഞാൽ. കാമത്തിന്റെ വികാരം, മോഹം. എന്തിന്റെ മോഹം? കിടപ്പുണ്ട് ഗലാത്യലേഖനം 5:19. ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സല്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം. അതെന്നതാ? മധുരോത്സവം. ഐസ്ക്രീം കഴിച്ച് സിനിമ കാണുന്നതാണെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നേ.
അപ്പം പമ്പളാനി പിതാവ് പറഞ്ഞു അതല്ല, വേറെ എന്താ ഗൗരവ പാപ, ഇതെല്ലാം കൂടെ കൂട്ടിയുള്ളതാണെന്നാണ് പറഞ്ഞാൽ. അത് എന്താണെന്ന് പഠിച്ചിട്ട് പിന്നീട് പറയാം. മധുരോത്സവം. എനിക്ക് ഈ പൗലോസ്ലീഹായെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഈ മനുഷ്യനോട് ഭയങ്കര സ്നേഹം ഈ പൗലോസ്ലീഹായോട്. ഒന്ന്, ഞാൻ അദ്ദേഹത്തിൻ്റെ ജീവിതം പഠിച്ചിട്ടുണ്ട്, സെയിം മിസ്റ്ററി. രണ്ട്, അദ്ദേഹം കൊല്ലപ്പെട്ടടുത്ത സ്ഥലത്ത് പോയി ഇരുന്ന് ഇടയ്ക്ക് പ്രാർത്ഥിക്കുന്നൊരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. റോമിലെ ത്രേവി ഫൊന്താന, അവിടെ പോയിരുന്ന് പ്രാർത്ഥിക്കും. 3 ഫൗണ്ടനുണ്ട്. തല വെട്ടിമുറിക്കുകയാണ് ചെയ്തത്. ഈ തല വീണു, പിന്നെയും പൊന്തി, ഒന്നും കൂടി വീണു, പിന്നെയും പൊന്തി, ഒന്നും കൂടി വീണു. 3 3 ഫൗണ്ടനുണ്ട്. നിങ്ങൾ വെറുതെ നെറ്റിൽ യൂട്യൂബിൽ ചെന്നിട്ട് ത്രേവി ഫൊന്താന അല്ലെ ത്രേ ഫൊന്താന, ദ ഡെത്ത് പ്ലേസ് ഓഫ് അല്ലെ മാർട്ടിഡം, ദ പ്ലേസ് ഓഫ് മാർട്ടിഡം സെൻറ്റ് പോൾ എന്ന് ചുമ്മാ അടിച്ചു നോക്കി കാണാം അവിടെ. അപ്പം ഈ പാവം മനുഷ്യനെ ഇത് എഴുതി പഠിപ്പിക്കുക. ഇത് ഗലാത്യ ലേഖനത്തിൽ എഴുതുമ്പോൾ, ഇപ്പം ഗലാത്യ ലേഖനത്തിൽ ഇത്ര ഗൗരവത്തോടെ എഴുതാൻ ഒരു കാരണമുണ്ട്. പൗലോസ്ലീഹ അപ്പോസ്തലനാണ് എന്ന കാര്യത്തെ തിരസ്കരിച്ചുകൊണ്ട് ചില പ്രഭാഷണം പറയുകയൊക്കെ ചെയ്തതുകൊണ്ട് ബാക്കി എല്ലാ ലേഖനങ്ങളിലും റോമിലെ വിശുദ്ധരെ, എഫേസോസിലെ വിശുദ്ധരെ, കൊറിന്തോസിലെ വിശുദ്ധരെ എന്ന് പറഞ്ഞ് ലേഖനം എഴുതി തുടങ്ങുന്നിടത്ത് ഗലാത്യർക്ക് എഴുതുമ്പോൾ മിണ്ടിപ്പോകുന്നില്ല. ഗലാത്യരെ എൻ്റെ ഇടയ്ക്ക് ബോഷന്മാരായ ഗലാത്യരെ എന്ന് കുറിച്ച് വഴക്കും പറയുന്നുണ്ട്. ആകട്ടെ, എന്നിട്ട് സ്ലീഹ ഈ ഭാഗം എഴുതുമ്പോൾ നിങ്ങൾ ചുമ്മാ ആലോചിച്ചെങ്കിൽ ഈ മനുഷ്യൻ ഇരുന്നിട്ട് ഈ ഭൂമുഖത്തന്നറിയാവുന്ന പാപം മുഴുവൻ എൻ്റെ അകത്ത് എഴുതി വെക്കുന്നുണ്ട് അല്ലേ? നോക്കിക്കേ, 19 വാക്യം മുതൽ ആലോചിച്ച് ഏതൊക്കെയാണ് നമ്മുടെ ഈ ലോകത്തിന് അറിയാവുന്ന സർവ്വ പാപവും, എന്നിട്ട് നമുക്കറിയാത്ത പാപം കൊണ്ട് മധുരോത്സവം. ഇത്ര എഴുതിയിട്ട് ഈ മനുഷ്യനിരുന്ന് ചിന്തിച്ച് ഇനി ഏതാ പാപമുള്ളേ? മൊത്തം ഏതാണ്ട് ലിസ്റ്റായില്ലേ? നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാം ആയോ? നോക്കിക്കേ. ഓ, ചില തീഷ്ണതയോടെ നോക്കൂ. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ പാപവും, അന്ന് ഈ ഭൂമുഖത്ത് അറിയാവുന്ന എല്ലാ പാവത്തിൻ്റെ ലിസ്റ്റ് ഇവിടെയുണ്ട്. എന്തായാലും ഇതെല്ലാം എഴുതിയിട്ട് ഈ മനുഷ്യൻ ഇങ്ങനെ ചിന്തിച്ച്, ദൈവമേ, ഇനി എനിക്കറിയാൻ പാടില്ലാത്ത പാപം ഏതെങ്കിലും ഉണ്ടാവുമോ? എനിക്കറിയാൻ പാടില്ലാത്ത പാപം. അങ്ങനെങ്കിൽ ഈ പാപം അങ്ങനെ ഇതുങ്ങൾ ചെയ്താലോ? പേടിച്ചിട്ട് തൊട്ട് താഴെ എഴുതി വെച്ചിരിക്കുകയാണ്, ഇവയും ഈ ദൃശ്യമായ ഇതുപോലെ മറ്റെന്തെങ്കിലും ചെയ്താൽ അതും പാവുക. ഇവയും, ബാക്കി വായിച്ചേ, ഈ ദൃശ്യമായ മറ്റു പ്രവർത്തികളാണ്. ഇമാതിരിയുള്ള ഏത് പ്രവൃത്തിയും പാപമാണ്. നോക്ക്, നമ്മളെ വിശുദ്ധി സൂക്ഷിക്കാൻ, നമ്മുടെ ശരീരത്തിന് വിശുദ്ധി സൂക്ഷിക്കാൻ എത്ര ശ്രദ്ധയോടുകൂടിയാണ് പറയുക ഇല്ലേ? ഈ പൗലോസിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഈ മനുഷ്യൻ പറയുകയാണ് ഇത് ശരീരത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച്. ഈ പൗലോസിലെയാണ് ഏറ്റവും, ക്രിസ്തു കഴിഞ്ഞാൽ അശുദ്ധിയോടെ സ്ത്രീയെ നോക്കുന്നവൻ അവളുമായി വ്യഭിചാരം ചെയ്ത് കഴിയുന്നു അത്ര കഠിനമായി പഠിപ്പിക്കുന്ന കർത്താവ്, നിന്റെ കണ്ണ് നിനക്ക് പാപഹേതുവാങ്ങൾ ചുഴന്നു കളയുക, കൈകൾ പാപഹേതുവാണെങ്കിൽ വെട്ടിക്കളയുക, ഇത്രയും കഠിനമായി മറ്റാരും പഠിപ്പിക്കുന്നില്ല ലോക ചരിത്രത്തിൽ, ആരുമില്ല. അത് കഴിഞ്ഞാൽ പിന്നെ ആഴമായി പഠിക്കുന്നത് പൗലോസിലേക്കാണ്. ആകയാൽ സഹോദരരെ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ ബാക്കി പറയാമോ, വിശുദ്ധവും ദൈവത്തിന് സ്വീകാര്യമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. റോമാലേഖനം 12:1 നോക്കണ്ട. അപ്പോൾ വചനം ഇങ്ങനെ ആകയാൽ, അതുകൊണ്ട് പൗലോസിലെയാണ് ശരീരവിശുദ്ധിയെക്കുറിച്ച് ഇങ്ങനെ കാർക്കുശത്തോടെ പറയുന്നത്. എന്നിട്ട് ഈ പാവം മനുഷ്യനോട് എഴുതി വെച്ചിട്ടുണ്ട്. എനിക്കതൊക്കെ വായിക്കുമ്പോൾ സങ്കടം വരും. ആ മനുഷ്യൻ എഴുതി വെച്ചിരിക്കുക 1 കൊരിന്തോസ് 9:27 എടുത്തേ. മറ്റുള്ളവരോട് ഇത് പറഞ്ഞ് പഠിപ്പിച്ച് ഞാൻ എനിക്ക് എന്തെങ്കിലും പ്രലോഭനം വരാതിരിക്കാനായി, അതൊക്കെ പ്രസംഗിക്കുമ്പോൾ എൻ്റെ തൊണ്ടയിടറും. അപ്പം സത്യസന്ധമായിട്ട് ആ മനുഷ്യൻ പറയുകയാണ്, വായിച്ചേ 1 കൊരിന്തോസ് 9:27, മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കാൻ എൻ്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു. ഉണ്ടോ ആ മനുഷ്യൻ? മറ്റുള്ളവരോട് ഇത് പറഞ്ഞു കൊടുത്ത ഞാൻ തന്നെ തെറ്റിപ്പോകാതിരിക്കാൻ, തിരസ്കൃതനാകാതിരിക്കാൻ, പ്രലോഭനത്തിൽ വീഴാതിരിക്കാൻ എന്താ ചെയ്യുന്നേ? എൻ്റെ ശരീരത്തെ, വായിച്ചേ, അത് മനസ്സിലങ്ങ് ഉറപ്പിക്കണം, എൻ്റെ ശരീരത്തെ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു. എനിക്ക് പറ്റുന്നില്ല അച്ഛാ, മദ്യപാനം നിർത്താൻ എനിക്ക് പറ്റുന്നില്ല അച്ഛാ. വേണ്ട, പറ്റണ്ട, ഇന്നല്ലെങ്കിൽ നാളെ നീ നിർത്തുവന്നേ. നിന്റെ ശരീരം നിന്നെ കൊണ്ട് നിർത്തിക്കും, ഇന്നല്ലെങ്കിൽ നാളെ. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, 2013 12 വെച്ച് ഞാൻ ഇവിടെ വെച്ചൊരു മനുഷ്യനെ കണ്ടു. അന്നാ മനുഷ്യൻ എന്നോട് പറഞ്ഞു, മദ്യപാനമൊക്കെ നിർത്തും, പക്ഷെ പുകവലി എന്നെ കൊണ്ട് നിർത്താൻ പറ്റിയല്ല. ഞാൻ നിർത്തിയല്ല.
ദൈവം വന്ന് പറഞ്ഞാൽ പോലും പുകവലി എന്നെക്കൊണ്ട് നിർത്താൻ പറ്റിയല്ല. ഞാൻ പറഞ്ഞു, അങ്ങനെ വാശി പറയരുത്. ശരീരം നിങ്ങളുടെ സ്വന്തമല്ല, ശരീരം നിങ്ങളുടെ സ്വന്തമല്ല. എന്നിട്ട് മനുഷ്യൻ നിർത്തിയോ ഇല്ല എനിക്കറിയില്ല. പക്ഷെ 2018 ഞാൻ ചെമ്പേരി ചെല്ലുമ്പോൾ ക്യാൻസർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് മനുഷ്യനുണ്ട്. തൊണ്ടയ്ക്ക് ക്യാൻസറായിട്ട് അവിടെയുണ്ട്. അത് പറയപ്പെട്ടവർ ഈ മനുഷ്യൻ്റെ അടുത്തിരുന്നു. ഞാൻ അദ്ദേഹത്തെ വിഷമിപ്പിക്കാൻ പറഞ്ഞൊന്നുമില്ല. ജോസിയേട്ടൻ, ഞാൻ ബെന്യച്ചനാണ്. ജോസിയേട്ടൻ പണ്ട് മതൃഭൂമി ധ്യാനിക്കാൻ വന്നപ്പോൾ നമ്മൾ സംസാരിച്ച് ഓർക്കുന്നുണ്ടോ? ഉണ്ടച്ച. ഇപ്പം വേണ്ട. എന്താ വേണ്ടാത്തേ? നിർത്തിക്കും എന്നല്ല നാളെ. എൻ്റെ മക്കളെ, ക്യാൻസർ വരും അല്ലെ ഇന്ന രോഗം വരുമെന്നുള്ളതല്ല. ഇവിടെ ഒരു പെൺകൊച്ച് ധ്യാനിക്കാൻ വന്നു. അവൾ സൗദിക്ക് പോകാനായിട്ട് എല്ലാ പേപ്പർ വർക്കുകളും എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ വന്നതാ. കൗൺസിലിംഗ് കഴിഞ്ഞ് ഞാൻ നിങ്ങളെല്ലാവരെയും കണ്ട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ശിരസ് കൈവെക്കുമ്പോൾ എനിക്കറിയാം എന്തെങ്കിലും കർത്താവ് നിങ്ങളോട് പറഞ്ഞു തരാനുണ്ടെങ്കിൽ അപ്പം എന്നെ കൊണ്ട് പറയിപ്പിക്കും, അല്ലെങ്കിൽ കൗൺസിലിങ്ങിൽ പറയിപ്പിക്കും, അല്ലെ ദിവ്യാന ശുശ്രൂഷ പറയിപ്പിക്കും, അല്ലെ എന്നെ കൊണ്ട് പറയിപ്പിക്കും. അപ്പോൾ ഈ കൊച്ചൻ്റെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവൾ പറഞ്ഞ അച്ഛാ, എന്നെ സൗദിക്ക് പോകാൻ വേണ്ടിയല്ല, ഇന്ന് എനിക്ക് മെഡിക്കൽ എടുത്താൽ മതി. മെഡിക്കലിന് എനിക്ക് കുഴപ്പമില്ല അച്ഛാ. ഞാൻ ബോംബെയിലായിരുന്നു. ബോംബെയിൽ പ്രസിദ്ധമായ ഹോസ്പിറ്റൽ. ഞാൻ അവിടുന്ന് പോരുന്നതിന് മുമ്പ് ഞാൻ മെഡിക്കൽ എടുത്തച്ഛാ. അവിടെ നിന്ന് എടുത്തപ്പോൾ ഞാൻ പെർഫെക്റ്റ്ലി ഓക്കെ ആണ് അച്ഛാ. അതുകൊണ്ട് എവറിത്തിങ് ഈസ് ഓക്കെ. സോ ഇനിയിപ്പം ടിക്കറ്റ് എടുത്ത് പോയാൽ മതി. എവറിത്തിങ് ഈസ് റെഡി. ഇനിയിപ്പം മെഡിക്കൽ എടുക്കണം, അത് പ്രശ്നമൊന്നുമില്ല, കാരണം എനിക്ക് ഓക്കെയാണ്. ഞാൻ ഈ കൊച്ചിന് തല കൈവച്ചപ്പം കർത്താവിനോട് പറഞ്ഞു, ഇവള് പോവുകയില്ല, നമുക്ക് പോകാൻ തടസ്സമുണ്ട്. അപ്പോൾ ഈ കൊച്ചിങ്ങനെ വലിയ പ്രതീക്ഷയോടെ സ്നേഹത്തോടെ വന്ന് പറയല്ലേ. അപ്പം ഞാൻ പറഞ്ഞു, മോളെ വിഷമം വരരുത്. കുഞ്ഞിന് തല കൈവച്ച് പ്രാർത്ഥിക്കുമ്പം തടസ്സമുണ്ടെന്ന് കർത്താവ് പറയുക. അച്ഛാ, അങ്ങനെ തടസ്സമില്ല അച്ഛാ, എല്ലാം ആകെ അച്ഛാ, ഇനി മെഡിക്കൽ മാത്രം എടുത്താൽ മതി അച്ഛാ. മെഡിക്കൽ എടുക്കുമ്പോഴും അന്നേരം പറഞ്ഞേ, ഞാൻ മെഡിക്കൽ ഓൾറെഡി എടുത്തതാണ്, എനിക്ക് കുഴപ്പമില്ല. ആയിക്കോട്ടെ, പ്രാർത്ഥിച്ചു വിട്ടു. എൻ്റെ മക്കളെ വെള്ളിയാഴ്ച ഇവിടെ ധ്യാനം കഴിഞ്ഞിട്ട് ഞായറാഴ്ച അവൾ മെഡിക്കൽ എടുക്കണം. ഇവിടുന്ന് തന്നെ ഇവൾ എറണാകുളത്തിന് പോയി. എറണാകുളത്ത് നിന്ന് ഞായറാഴ്ച മെഡിക്കൽ എടുക്കുക. ഒരു 12-1 മണിയായപ്പോൾ എനിക്കൊരു കോൾ വന്ന് കരഞ്ഞുകൊണ്ട്, മെഡിക്കലിൽ ഞാൻ പരാജയപ്പെട്ടെന്ന് പറഞ്ഞ് ഈ കൊച്ച് എന്താ എൻ്റെ ലങ്സിൽ വൈറ്റ് സ്പോട്ട് ഐഡൻറ്റിഫൈ ചെയ്തു. ഒന്നെങ്കിൽ TB ആണ്, അല്ലെ TB എന്നെൻ്റെ ലക്ഷണമാണ്, ഞാൻ ഫെയിലായ എന്ന് പറഞ്ഞ് കരയുക. അച്ഛൻ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. അപ്പം എന്തോ എൻ്റെ കുഴപ്പമായിപ്പോയി. അച്ഛൻ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചെന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് വരിക. എന്നിട്ട് ആ ഞായറാഴ്ച വൈകുന്നേരം അവിടുന്ന് വണ്ടി കയറി തിങ്കളാഴ്ച ഇവിടെ ഒന്നിറങ്ങി. എന്നറിയാവോ? അശുദ്ധിയിലുള്ള ജീവിതം. അതിൻ്റെ ഫോണിൽ നിന്ന് 4 ഡോക്ടർമാരുടെ നമ്പർ ഞാൻ തന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ശരീരത്തിൻ്റെ അശുദ്ധി. ഇത് വേസ്റ്റ് ബോക്സ് അല്ല. ഞാൻ അവളോട് പറഞ്ഞു കൊടുത്തു, നിന്റെ ശരീരം വേസ്റ്റ് ബോക്സ് അല്ല. KSRTC ബസ് സ്റ്റാൻഡ് അല്ല. ഏത് വണ്ടിക്ക് കയറാനും ഇറങ്ങാനും, ഓട്ടോറിക്ഷ, ലോറി, ജീപ്പ്, വണ്ടി, കാര്യങ്ങൾ ആണോ? നിന്റെ ശരീരം ദൈവം വസിക്കുന്ന ആലയമാ. ആത്മാവാണ് ജീവൻ നൽകുന്നത്. നീ ആരാന്നാ വിചാരിച്ചേ? യോഹന്നാൻ സുവിശേഷം 6:63 ആത്മാവാണ് ജീവൻ നൽകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇവിടെ അങ്ങോട്ട് വീഴുമ്പോ എന്റെ തലയടിച്ച് മരിച്ചു ഇല്ലേ? നിങ്ങൾ ഇനി ചോദിക്കുന്നത് ശവാടക്കപ്പെടാന്നല്ലേ? ആണല്ലോ. അല്ലാതെ ബഹുമാനപ്പെട്ട ബെന്യച്ചന്റെ പൂച്ച ശരീരം മറവ് ചെയ്യുന്ന ആ നിമിഷം അന്നൊന്നും അല്ലല്ലോ ശവാടക്ക്. അപ്പൊ എന്നെ ശവവാക്കാൻ 1 മിനിറ്റ് വേണ്ട. അങ്ങനെയെങ്കിൽ എന്നെ ബെന്യച്ചനായി നിർത്തിയിരിക്കുന്ന ഒരേ ഒരു കാര്യം, യോഹന്നാൻ സുവിശേഷം 6:63 ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. എന്നിട്ട് പറയും, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ്. എടുത്തേ യോഹന്നാൻ സുവിശേഷം 6:63. യോഹന്നാൻ സുവിശേഷം 6:63 ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ബാക്കി പറഞ്ഞേ. നിങ്ങളോട് ഞാൻ പറഞ്ഞ വചനം കണ്ടോ? ഇത് ആത്മാവും ജീവനുമാണ് ഈ വചനം. അതുകൊണ്ട് മക്കളെ, ശരീരത്തെ വിശുദ്ധി സൂക്ഷിക്കണം. മദ്യപാനം, എന്നെ കേട്ടെ, മദ്യം കഴിക്കുന്നവരൊക്കെ എന്താ ചെയ്യുന്നത്? അവർ സ്വാർത്ഥരാണ്.
അവരുടെ സുഖമാണ് അവർ നോക്കുന്നത്. മദ്യം കഴിക്കാൻ ഭാര്യയ്ക്ക് സുഖമില്ല, മദ്യം കഴിക്കാൻ മക്കൾക്ക് സുഖമില്ല. നോക്കുക, മദ്യപാനം, പുകവലി, നിന്റെ ശരീരത്തെ നോക്കുക. സ്വാർത്ഥതയാ, ശരീര സുഖത്തിനു വേണ്ടി. എൻ്റെ സുഖം, ഞാൻ കുടിച്ചാൽ എനിക്ക് സുഖം. എൻ്റെ സുഖത്തിനു വേണ്ടി എത്ര നശിപ്പിക്കാനും എത്ര ദാനം. ഭാര്യയുണ്ട്, മക്കളുണ്ട്, ഇല്ലേ? ഒരു കാര്യമില്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്നറിയണം. ദൈവത്തെ അറിയാത്ത വിജാതീയരെ പോലെ കാമവികാരങ്ങൾക്ക് നിങ്ങൾ വിധേയരാകരുത്. കാമവികാരം എന്ന് പറഞ്ഞാൽ ലൈംഗിക വികാരം മാത്രമല്ല, ഈ പറഞ്ഞ പാപങ്ങളിൽ നീണ്ട ലിസ്റ്റുണ്ട്, വചനം പഠിപ്പിക്കുന്നു. എന്നിട്ട് ബാക്കി വായിക്കാവോ? കാമവികാരങ്ങൾക്ക് 1 തെസ്സലോനിയർ 4:4 മുതലാണ് നിങ്ങൾ വായിച്ചത്. 1 തെസ്സലോനിയർ 4:4. ഈ വിഷയത്തിൽ നിങ്ങൾ വഴിപിഴയ്ക്കുകയോ സഹോദരനെ വഞ്ചിക്കുകയോ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേരിപ്പിച്ച് സഹോദരനെ പാപത്തിലേക്ക് വീഴിക്കുക, സഹോദരൻ്റെ പ്രേരണയിൽ വഴങ്ങി പാപത്തിൽ വീഴിക്കുക. നേരെ ഓപ്പോസിറ്റും, സഹോദരി ആവിധം. ഓക്കെ, ബാക്കി. കാരണം ഞങ്ങൾ നേരത്തെ തന്നെ പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിട്ട പോലെ ഇക്കാര്യങ്ങളിലെല്ലാം ആ വാക്കെന്നതാ? പ്രതികാരം. ശരീരത്തിൻ്റെ വിശുദ്ധി കളഞ്ഞാൽ ദൈവം പ്രതികാരം ചെയ്യുമെന്ന് ഞാനല്ല പറഞ്ഞ്, വചന പറഞ്ഞ്. ശരീരത്തിന്റെ വിശുദ്ധി കളഞ്ഞാൽ പ്രതികാരം ചെയ്യും. എന്തുകൊണ്ട് പ്രതികാരം ചെയ്യും? ഇത് ദൈവത്തിന്റെ ഭവനമാ. നീ ദൈവത്തിന്റെ ഭവനമാ. ഇതിന്റെ ഉള്ളിലിരിക്കുന്ന ദൈവമാ. നിന്നെ ചലിപ്പിക്കുന്ന ദൈവാത്മാവാ. നീ കാണുന്നുണ്ടെങ്കിൽ, നീ കേൾക്കുന്നുണ്ടെങ്കിൽ, നീ സംസാരിക്കുന്നുണ്ടെങ്കിൽ, ചിന്തിക്കുന്നുണ്ടെങ്കിൽ, യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ, പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ദൈവാത്മാവ് നിന്നിലുള്ളത് കൊണ്ട് സാർദീസിലെ സഭയിലെ ദൂതൻ എഴുതുക, ദൈവത്തിന് സപ്താത്മാക്കളും സപ്തതാരങ്ങളും ഉള്ളവൻ പറയുന്നു, നിന്റെ ചെയ്തികൾ ഞാൻ അറിയുന്നു. ജീവിച്ചിരിക്കുന്നവനെന്നാണ് നിന്നെ കുറിച്ച് പറയുന്നത്, എന്നാൽ നീ മൃതനായി. എന്നിട്ട് പറയാം, ഉണരുക. വെളിപാട് 3:2. ഉണരുക, നിന്നിൽ ആസന്ന മരണമായി അവശേഷിച്ചതിനെ ഉത്തേജിപ്പിക്കുക. അതിന് മക്കളെ, ശരീരവിശുദ്ധി. ശരീരത്തെക്കുറിച്ചൊരു പഠനം ഇവിടെ നിൽക്കുന്നില്ല. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇപ്പം നിങ്ങളിങ്ങനെ ചിന്തിക്കുക, എൻ്റെ ശരീരം എങ്ങനെ ഉണ്ടായി, ഇവിടം വരെ എങ്ങനെ എത്തി, ഇപ്പോൾ ശരീരത്തെ നയിക്കുന്ന ദൈവമാണെന്നുള്ള ബോധ്യം നമുക്ക് കിട്ടി എന്ന് വിചാരിക്കുക. ആണ്. അപ്പം ദൈവം ഇല്ലാന്നൊക്കെ ജീവിക്കാൻ പറ്റിയല്ല. ദൈവത്തിൻ്റെ ആത്മാവ് നിൻ്റെ ശരീരത്തിൽ ഉള്ളത് കൊണ്ടാണ് നീ ഇരിക്കുന്നത്, നിൽക്കുന്നത്, പോകുന്നത്, നിലവിളിക്കുന്നത്, കരയുന്നത്, പ്രവൃത്തികൾ ചെയ്യുന്നതെല്ലാം. ഈ ജീവൻ, ആത്മാവാണ് ജീവൻ നൽകുന്നത്. ആത്മാവുള്ളത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ നീ ജീവിക്കുകയില്ല. ഇത് ഈ ആത്മാവ് കൊണ്ട് തന്നെയാണ് ദൈവം ഇല്ലെന്നൊക്കെ പറയുന്നത്. പോട്ടെ, അറിവില്ലായ്മ കൊണ്ട് അവർ പറയുന്നു, നമുക്കതിനെക്കുറിച്ചൊന്നും പറയില്ല. ഇതിപ്പോൾ നമ്മുടെ മിസ്റ്റേക്കാണിത്. കാരണം ഇതുങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ബാധ്യത നമുക്കുണ്ടായിരുന്നു. നമ്മളത് പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഇതുങ്ങളൊക്കെ തലതിരിഞ്ഞു പോയി. ദൈവം ഇല്ല, ദൈവം ഉണ്ടെങ്കിൽ ഇവിടെ ഇറങ്ങി വാ, അല്ലെങ്കിൽ നാസ്തികർ, അല്ലെ ഫ്രീ തിങ്കേഴ്സ്. ഇപ്പോൾ ഈ ആധുനിക കാലഘട്ടത്തിൽ വലിയൊരു ഫാഷനായി മാറിയിരിക്കുന്നു. ഫാഷനായി മാറാൻ കാരണം ഇത്ര വിവരവും വിദ്യാഭ്യാസവും ഉള്ളവന് മതത്തിൽ വിശ്വസിക്കുകയില്ല എന്നൊരു ധാരണ വന്നു, അല്ലേ? പണ്ട് ഈ ജീനിയസ് ആണെന്ന് അറിയാൻ ഒരു സഞ്ചി തൂക്കി നടക്കുമായിരുന്നു. അതിൻ്റെ പേരെന്നായിരുന്നു? എന്താണ്? എന്തോ ഒരു സഞ്ചിയുണ്ട്. ആ സഞ്ചി ഇങ്ങനെ തോളി തൂക്കുന്ന ഇവൻ എന്തോ ചിന്തിക്കുന്ന ജീനിയസ് ആണ്, ബുദ്ധി, എന്താ പറയുക, ബുദ്ധിരാക്ഷസൻ, അല്ലെ ബുദ്ധിയുള്ളവൻ. എൻ്റെ അടയാളം ഇങ്ങനെ സഞ്ചി എന്ന് പറഞ്ഞ പോലെ ഇപ്പോഴത്തെ ഒരു സഞ്ചിയാണിത്. എന്ത്? ഈ വെളിവും ബോധവും ജ്ഞാനമുള്ളവൻ മതവിശ്വാസിയില്ല. എനിക്ക് മതമില്ല, എനിക്ക് മതമൊന്നുമില്ല, ദൈവമൊന്നുമില്ല. അങ്ങനെ ഒരു ധാരണ അറിയാതെ യുവജനങ്ങളുടെ ഇടയിൽ വന്നിട്ടുണ്ട്. അങ്ങനെയും പറഞ്ഞ് നടന്ന ഒരാളാണ് ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ. വെളിവ് വന്നപ്പോഴാണ് എന്തൊരു ശുദ്ധ മണ്ടത്തരമായി പോയല്ലോ എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഇവരെ വളർത്തിയതാരാ? നമ്മൾ. എന്താ ഇത്? നമ്മൾ പറഞ്ഞു കൊടുത്തില്ല. പഠിപ്പിക്കേണ്ടവൻ വേണ്ട വിധത്തിൽ പഠിപ്പിച്ചില്ലെങ്കിൽ ഈ ദുരന്തം ഉണ്ടാകും. അപ്പോൾ അങ്ങനെ എന്നിട്ട് ഞാനിത് നിങ്ങൾ പറഞ്ഞു തന്നു. ഇതാ ശരീരം ഇങ്ങനെയാണ്, ഇത് ക്രിസ്തുവായിട്ട് അഭേദ്യമായി ബന്ധമുണ്ട്. ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മിലേക്ക് സന്നിവേശിപ്പിച്ചിട്ടുണ്ട്. ഈ ബന്ധം മുറിഞ്ഞാൽ നീ തീരും, ഉറപ്പായിട്ട് തീരും. ദൈവത്തിനറിയാം. എന്നിട്ട് നമ്മളോട് കരുണ, അതാണ് കരുണ എന്ന്. പാപം ചെയ്യുന്നവർ, അറിഞ്ഞുകൊണ്ട് പാപം ചെയ്യുന്നവരോട് കാണിക്കുന്ന ബോധപൂർവ്വ ക്ഷമയാണ് കരുണ, അല്ലേ? എന്നിട്ടും ഈ സത്യം അറിഞ്ഞിട്ട് നീ പറയാം, ദൈവമാണ് എന്നെ സൃഷ്ടിച്ചത്, ദൈവമാണ് എന്നെ വളർത്തിയത്, ദൈവത്തിൻ്റെ ആത്മാവാണ് എന്നിലുള്ളത്, അതുകൊണ്ടാണ് ജീവിക്കുന്നതൊക്കെ മനസ്സിലാക്കുന്നത്. എങ്കിലും ഞാൻ തോന്നിയതുപോലെ അങ്ങ് ജീവിക്കും. ദൈവം എന്താന്ന് വെച്ചാൽ കാണിക്കട്ടെ എന്ന് പറഞ്ഞെന്ന് വിചാരിക്കുക. അതിന് ബാക്കി കിടപ്പുണ്ട്. എന്നെ നിരസിച്ച്
ഹിത്തനായ ഊറിയയുടെ ഭാര്യ നീ സ്വന്തമാക്കിയത് കൊണ്ട് നിന്റെ ഭവനത്തിൽ നിന്ന് വാളൊഴിയുകയില്ല. പ്രഭാഷോസ്തം 6:2 എടുത്ത്. പ്രഭാഷോസ്തം 6:2. അഭിലാഷങ്ങൾക്കടിപ്പെടരുത്, അത് നിന്നെ കാളക്കൂറ്റനെ പോലെ കുത്തിക്കീറും, അത് നിന്റെ ഇലകൾ ഭക്ഷിക്കും, നിന്റെ ഫലങ്ങൾ നശിപ്പിച്ചു കളയും, നീ ഒരു ഉണക്കമരമാകും. ഉണക്കമരമാകും. വായിക്കാവോ? അഭിലാഷങ്ങൾക്ക് അടിപ്പെടരുത്, അവൻ നിന്നെ കാളക്കൂറ്റിനെ പോലെ കുത്തിക്കീറും, അവന്റെ ഇലകൾ ഭക്ഷിക്കും, എന്റെ ഫലങ്ങൾ നശിപ്പിച്ചു കളയും, നീ ഒരു ഉണക്കമരമാകും. നീ ഒരു ഉണക്കമരമാകും. എൻ്റെ മക്കളെ, എനിക്ക് ഒത്തിരി അനുഭവം പറയാനുണ്ട്. ഓരോ ധ്യാനത്തിനും എത്ര അനുഭവങ്ങളാണ്, എത്ര ധ്യാനുഭവം. ഇന്ന് ഈ കൂടിയിരിക്കുന്ന ഒരു പെങ്കൊച്ച്, ഈ കൂടിയിരിക്കുന്ന ധ്യാനിക്കുന്ന പെങ്കൊച്ച്, ആ കൊച്ചാരാന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്നും നിങ്ങൾക്ക് അറിയില്ല, ഞാൻ പറഞ്ഞാൽ അറിയില്ല. ആ കൊച്ചിവിടെ മുമ്പ് ധ്യാനിക്കാൻ വന്നപ്പോൾ ആ കൊച്ചിനോട് പറഞ്ഞു, എന്നെ തെറ്റുണ്ട് മോളെ, അതുപേക്ഷിക്കണം. ഇവിടെ വെച്ച് ആ കുട്ടി ഇന്ന് എന്നോട് വന്ന് പറഞ്ഞതാ. ഇവിടെ ഇന്ന വർഷം ഞാൻ ധ്യാനിക്കാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞാ ഇന്ന പാപം ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് എന്നെ കൊണ്ട് സമ്മതിപ്പിച്ചു. ഞാൻ ഉപേക്ഷിച്ചു. ഒരു പ്രണയബന്ധമായിരുന്നു, പാടില്ലാത്തൊരു പ്രണയബന്ധമായിരുന്നു. എന്നിട്ട് ഞാൻ നല്ല വിശുദ്ധി ജീവിച്ചു. എന്നിട്ട് പോയച്ചാ. പക്ഷെ വീണ്ടും ഞാനത് തുടർന്നു. അതുകൊണ്ട് എനിക്ക് തിരിച്ചടി കിട്ടിയച്ചാ. ഇന്ന് എന്നോട് പറഞ്ഞത് ആ കൊച്ചി കൂടി ഇരിപ്പുണ്ട്. മക്കളെ, ഇത് നമുക്ക് മനസ്സിലാവില്ല ഇത് പറയുമ്പോൾ. കാരണം എന്താണെന്നറിയോ? പാപി സുബോധമില്ലാത്ത വ്യക്തിയാണ്. അപ്പം അതുകൊണ്ട് അഭിലാഷങ്ങൾക്കടി ശരീരവിശുദ്ധി. അപ്പം അതുകൊണ്ട് ദുഷിച്ച ഹൃദയം അവനവനെ തന്നെ നശിപ്പിക്കും. അതിൻ്റെ 4-ാം വാക്യം അല്ലെ? നിങ്ങൾ 2 വായിച്ചേ അല്ലേ? അതിൻ്റെ 4-ാം വാക്യം വായിച്ചേ. ദുഷിച്ച ഹൃദയം അവനവനെ തന്നെ നശിപ്പിക്കും, ശരീരത്തിൻ്റെ അശുദ്ധി. അതുകൊണ്ട് മക്കളെ, നമുക്കിവിടെ അവസാനിപ്പിക്കാം. ബാക്കി അടുത്ത സെഷൻ. അത് ഈ കുരിശയിലെത്തും. ഈ ക്ലാസ് കുരിശയിലേ അവസാനം ഈ ചങ്കില് എന്താ പറയുക, കുന്തം കൊണ്ട് കുത്തി കൊല്ലുന്ന ഒരു രംഗമുണ്ട്. നിങ്ങളിതൊക്കെ അത് കാണണം. ഇവിടെ നിന്നും രക്തവും വെള്ളവും പുറപ്പെട്ടു. യോഹന്നാൻ സുവിശേഷം 19-ാം അധ്യായത്തില് 35-ാം തീയതി രക്തവും വെള്ളവും പുറപ്പെട്ടു. വെള്ളം എന്നതാ? ആദ്യത്തെ കൂദാശ. രക്തം എന്താ? വിശുദ്ധ കുർബാന. മനുഷ്യൻ ക്രിസ്തു പാപിയെ രക്ഷിക്കുന്ന അങ്ങനെയാ, ശരീരത്തിന്റെ കൃപ കൊണ്ടാ. ശരീരത്തിൽ നിന്നാണ്, അവന്റെ ചുവട്ടിലാണ് സഭ തുടങ്ങുന്നത്. അവിടെയാണ് രക്ഷയുള്ളത്. എന്താണെന്നറിയോ? വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പേരാവൂർ ടൗണിൽ ഒരു ധ്യാന കേന്ദ്രമുണ്ട്, ഇപ്പോഴും ഉണ്ട്, ധ്യാനം നടക്കുന്നുണ്ട്. അന്ന് അവിടെ ഒരു പ്രത്യേകതരം ധ്യാനം ഉണ്ടായിരുന്നതെന്നറിയോ? മദ്യപാനികൾക്ക് വേണ്ടി ഒരു ധ്യാനമാണ്. എന്നുവെച്ചാൽ പൂസായവർക്ക് മാത്രമാണ് ആ ധ്യാനത്തിൽ പ്രവേശനമുള്ളൂ. അപ്പോൾ എന്നോട് ചോദിച്ചു, അന്ന് ഞാൻ തൊട്ടടുത്ത് ഉരുപ്പുംകുറ്റി എന്നിവരുള്ള ഇടവകയിൽ വികാരിയാണ്. അന്ന് ഞാൻ ധ്യാനിപ്പിക്കും. എന്നോട് ചോദിച്ചു, ആദ്യത്തെ ദിവസം അച്ഛൻ ഒന്ന് സഹായിക്കാവോ? ആദ്യത്തെ ദിവസം അച്ഛൻ എൻ്റെ ശുശ്രൂഷ ഏറ്റെടുക്കാവോ? ഞാൻ വിചാരിച്ചത് നല്ല ശുശ്രൂഷ ചെന്നപ്പോൾ ഉണ്ടല്ലോ, വെളിവുള്ളത് എനിക്ക് മാത്രമേ ഉള്ളൂ. ആദ്യത്തെ ദിവസം. പിറ്റേന്നാകുമ്പോഴത്തേക്ക് ഒരു വെളിവ് വരുവുള്ളൂ. ഞാൻ കുടുങ്ങി. പൂസായ ഒരു 19 ഏട്ടന്മാരിയ്ക്കുക. ആരെ വിഴുങ്ങേണ്ടു നോക്കിയാണ് ഇരിക്കുക. നമുക്കൊരു വചനം പറയാൻ പറ്റിയല്ല. ഞാൻ നോക്കുമ്പോൾ ഒരു എളുപ്പമാർഗം ഞാൻ കണ്ടു. എന്താ? പാട്ട് പാടാം. പാട്ടങ്ങ് തുടങ്ങി. ഇത്രയും കഴിച്ചപ്പന്നെ ഒരു പാട്ടില്ലാത്തവനങ്ങ് പാട്ടങ്ങ് തുടങ്ങുക. പാടാത്ത വീണയും പാടും. ഇതിങ്ങനെ പാടിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് എനിക്കൊരു അപകടം മനസ്സിലായത്. ഇത് നിർത്തിയാല, പാടിവിടുക. അപ്പം ഞാൻ നോക്കുമ്പോൾ ഒരു എളുപ്പമാർഗം കണ്ടുപിടിച്ചു. ഒരു നിയന്ത്രണത്തിന് കരങ്ങളടിച്ച് പാടാന്ന് പറഞ്ഞു. അപ്പം ഏതെങ്കിലും ഒന്ന് നിൽക്കും, എന്നെങ്കിൽ കരങ്ങളടിക്കും, അല്ല പാട്ട് നിൽക്കും. രണ്ടും കൂടെ ഒരുമിച്ച് പ്രവർത്തിക്കാൻ പോകുന്ന ശേഷി അപ്പം ബ്രെയിനില്ല. അപ്പോൾ ഞാൻ അതിനേക്കാൾ രസകരമായൊരു കാഴ്ച കൊണ്ട് കരങ്ങളടിച്ച് പാടാന്ന് പറയുമ്പോൾ ഇതുങ്ങൾ കരങ്ങളടിക്കാൻ തുടങ്ങി. പക്ഷെ ഒരു അബദ്ധം പറ്റി, കൊള്ളുന്നില്ല. അടിയോടടിയാണ്, പക്ഷെ ഇത് കൃത്യം അങ്ങോട്ട് എത്തിക്കാൻ പറ്റുന്നു. ഇങ്ങനെ വരുമ്പത്തിന് ഇങ്ങനെ അങ്ങ് തെറ്റിപ്പോവുക. അപ്പോൾ ഒരാൾ കൊള്ളുന്നില്ല അച്ഛാ, അടുത്ത ആൾ എൻ്റെ കൊള്ളുന്നുണ്ടല്ലോ. നമുക്ക് ഈ കൈയുടെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാവോ? അന്നത്തിൻ്റെ കയ്യാ ഇത്, അല്ലേ? അധ്വാനിക്കുന്ന കയ്യാ. ഇതങ്ങ് പോയെന്ന് വിചാരിച്ചേ, ഇതങ്ങ് തളർന്നു പോയെന്ന് വിചാരിച്ചേ. പട്ടിണിയായോ നീ? പരീക്ഷ എഴുതുന്ന കൈ, അല്ലേ?
ഭക്ഷണം കഴിക്കുന്ന കൈ അല്ലേ? കുർബാന സ്വീകരിക്കുന്ന കൈ ആണല്ലോ. വണ്ടി ഓടിക്കുന്ന കൈ. ഇതിൻ്റെ ബലക്ഷയം വന്നാൽ നിന്റെ ജീവിതത്തെ ബാധിച്ചില്ലേ? ഇതിൻ്റെ ബലം എങ്ങനെയാ തരുന്നേ? ദൈവമാ തരുന്നേ. എന്നിട്ട് ദൈവത്തിന് വേണ്ടി ഇതിൻ്റെ ബലം എപ്പോഴെങ്കിലും ഒന്ന് ചെലവഴിച്ചോ. എപ്പോഴെങ്കിലും നമ്മുടെ ബോഡി ലാംഗ്വേജ് മാറണം. കാരണം ഇതിൻ്റെ അകത്തിരിക്കുന്നത് യേശുക്രിസ്തുവാ. ഇതിൻ്റെ അകത്തുള്ളത് പരിശുദ്ധാത്മാവാ.